Hi guys, good evening. So first of all, I welcome you all to today's expertise session organized by Aptico UDSF GCK. അപ്പോൾ ആപ്റ്റിക്കോ എന്താന്ന് കുറെ ആൾക്ക് ഡൗട്ട്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ കോളേജിലേക്ക് മിക്ക വരുന്നതിനാ നമുക്ക് പ്ലേസ്മെന്റ് ആവാനല്ലേ. സോ പ്ലേസ്മെന്റ് പ്രിപ്പറേഷന് ആപ്റ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, ഇന്റർവ്യൂ ആയിക്കോട്ടെ, GD ആയിക്കോട്ടെ, അങ്ങനെ പ്ലേസ്മെന്റ് വരുന്ന എല്ലാ സംഭവങ്ങളും നമ്മൾ ആപ്റ്റിക്കോന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ലൈക് ട്രെയിനിങ്സ്, എക്സ്പെർട്ടീസ് എന്ന് വെച്ചാൽ മെയിൻലി നമുക്ക് നമ്മളെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കുക. അതാണ് മെയിൻ. നമുക്ക് എന്ത് ചെയ്യുകയാണെങ്കിൽ ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്ലേസ്മെന്റ് പ്രിപ്പറേഷൻ ആയിക്കോട്ടെ എന്തായാലും ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് നല്ലപോലെ ചെയ്യാം. So today we have Rashmi R. Shenoy, who is working as a software developer at Cubist. നമ്മൾക്ക് ക്യൂബസ്റ്റ് കുറെ കേട്ടിട്ടുണ്ട്, പക്ഷെ അവിടെ എങ്ങനെ എത്തിപ്പെടാൻ കഴിയുമെന്ന് നമുക്കറിയില്ല. സോ നമുക്ക് അവിടെയുള്ള ഒരു ചേച്ചി എങ്ങനെ കോളേജിൽ നിന്ന് പ്രിപ്പയർ ചെയ്തു, എങ്ങനെയുണ്ട് അവിടുത്തെ ലൈഫ്, ലൈക്ക് എങ്ങനെ എല്ലാ ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ ചേച്ചി ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഡൗട്ട്സ് ആൻഡ് ക്വയറീസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാം. സോ ആൻഡ് വിത്ത് ദാറ്റ് ഐ വാംലി വെൽക്കം രശ്മി ടു ടേക്ക് ഓവർ ദിസ് സെഷൻ. ഓവർ ടു യു ചേച്ചി. Hi, good evening everyone, and thank you so much Fida for this warm welcome. First of all, I'm very happy, like ഞാൻ പഠിച്ച കോളേജിൽ തന്നെ വീണ്ടും വന്നിങ്ങനെ ഒരു സെഷൻ എടുക്കാൻ പറ്റാന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. ആൻഡ് ഐ എം ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. ലൈക്ക് മൈ നെയിം ഇസ് രശ്മി. ഞാൻ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണ് ക്യൂബേസ്റ്റിൽ. ഇപ്പോൾ ഓൾമോസ്റ്റ് 1 year 6 months ആയി ഞാൻ ക്യൂബേസ്റ്റിൽ വർക്ക് ചെയ്യുന്നു. ആൻഡ് 2023 ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഗ്രാജുവേറ്റ് ആണ് ഞാൻ ഫ്രം GCK. സോ ലൈക്ക് ഇപ്പോൾ ഈ കോളിൽ 3rd years മാത്രമാണോ അതോ 4th years ഉണ്ടോ? ഹലോ. ഇല്ല, ഇപ്പൊ 4th years ഇല്ല, പക്ഷെ അവർക്കും കേറാനുള്ളത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. സോ CSD ബാച്ച് ആണോ അതോ EC-ക്കാരും എല്ലാവരും ഉണ്ടോ? എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഉണ്ട്. ഓക്കെ ഓക്കെ. CS ആൻഡ് EC മാത്രല്ലേ, അല്ലാണ്ട് നോൺ സർക്യൂട്ടൽ ബ്രാഞ്ച് ഇല്ലല്ലോ? ഉണ്ട്, അവരെയും ഉണ്ട്, പക്ഷെ അവർക്കും IT-യിലേക്ക് വരാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടാവല്ലോ. ഫൈൻ ഫൈൻ. ഓക്കെ. 34 ഉണ്ടല്ലേ കൗണ്ട്. ഞാൻ ആക്ച്വലി ഇത്ര കൗണ്ട് പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ. കാര്യം സൺഡേ ആണ്, നാളെ വിഷു ലീവൊക്കെയാ. അപ്പൊ ഞാൻ ഇത്ര കൗണ്ട് വിചാരിച്ചിരുന്നില്ല. ഓക്കെ, ഗുഡ്. ഓക്കെ, സോ ഇതിലിപ്പോ എത്ര പേര് സീരിയസ് ആയിട്ട് പ്ലേസ്മെന്റ് ഒക്കെ ട്രൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു, ലൈക്ക് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു? അതോ ഇപ്പോഴും ഇങ്ങനെ കോളേജ് ലൈഫ് ഒക്കെ എൻജോയ് ചെയ്ത് നടക്കുകയാണോ? കുറച്ചൊക്കെ ഇങ്ങനെ ഒന്ന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ഓക്കെ, പറയുകയാണെങ്കിൽ എന്താ വെച്ചാല്, സീരിയസ് ആയിട്ട് നിങ്ങൾ പ്ലേസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം, ലൈക്ക് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്, എക്കണോമിക് റിസിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് കേട്ടിട്ടുണ്ടാവും. മേ ബി ലേ ഓഫ് ചെയ്യുന്നു എംപ്ലോയീസിനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ന്യൂസ് ഒക്കെ കേൾക്കുന്നുണ്ടാവും. സത്യം പറയുകയാണെങ്കിൽ അതൊക്കെ ഉള്ള കാര്യമാണ്. ഇപ്പൊ എൻ്റെ കമ്പനിയിലാണെങ്കിൽ പോലും പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ കുറവാണ്. എന്നുവെച്ചാൽ ഇപ്പൊ ഈ കൊറോണ ടൈമൊക്കെ ഉള്ള ടൈമിൽ എല്ലാ കാര്യങ്ങളും ഡിജിറ്റലായിരുന്നു. അപ്പൊ കുറേ ഈ പറഞ്ഞ പോലെ റിക്വയർമെന്റ്സ് കുറേ ഉണ്ടായിരുന്നു. അപ്പൊ ആ ടൈമിൽ എല്ലാ കമ്പനീസും കുറെ എംപ്ലോയീസിന് എടുക്കുന്നു, കാര്യമായി റിക്രൂട്ട്മെന്റ് നടക്കുന്നു, എല്ലാമാണ്. പക്ഷെ കൊറോണയൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ എന്തായി വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഈ റിക്വയർമെന്റ് കുറഞ്ഞു. അപ്പോൾ ഇപ്പൊ ഓൾറെഡി കമ്പനിയിൽ കുറെ എംപ്ലോയീസ് ഉണ്ട്. അപ്പൊ ഇനി അവർ റിക്രൂട്ട് ചെയ്ത് എടുക്കുക എന്നുള്ളത് കുറവായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എനിക്ക് എന്റെ കമ്പനീനെ പറ്റി അറിയുള്ളൂ. ഇപ്പോൾ ലാസ്റ്റ് ഇയർ ക്യൂബേസ്റ്റിൽ എടുത്ത കുട്ടികളെ ആരും അവർക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, പക്ഷെ ആരെയും എടുത്തിട്ടില്ലായിരുന്നു. അവർക്ക് ഇങ്ങനെ മെയിലൊക്കെ വന്നു, എടുക്കും എല്ലാം പറഞ്ഞിട്ട് മെയിൽ വന്നു, പക്ഷെ അറ്റ് ലാസ്റ്റ് അവരാരും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാര്യം സംഭവം എന്താന്ന് വെച്ചാൽ ഓൾറെഡി കുറെ എംപ്ലോയീസ് ഉണ്ട്, അവർക്കും കമ്പനിയിൽ തന്നെ പ്രോജക്ട്സ് കുറവാ. ഇതിപ്പോ ഞാൻ പറയുന്നത് ക്യൂബേസ്റ്റിന്റെ കാര്യം മാത്രം, ബട്ട് എല്ലാ കമ്പനീസിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കുറെയൊക്കെ. സോ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, ഇത് ശരിക്കും ടെൻഷനാക്കാൻ പറയുന്നതല്ല, ലൈക്ക് നിങ്ങൾക്ക് റിയാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്തായാലും സീരിയസ് ആയിട്ട് തന്നെ പ്ലേസ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. കാര്യം ഇപ്പോൾ കോളേജിലുള്ളപ്പോൾ ഓക്കെ, ലൈക്ക് എല്ലാവരും ഫ്രണ്ട്സ് ആയിട്ട് ചില്ല് ചെയ്ത് നടക്കുന്നു എല്ലാം. ഞങ്ങളിപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്, എൻ്റെ ബാച്ചിലർ പിള്ളേർ ഞാനും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഞാൻ കുറച്ചൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ അത്ര സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കില്ല. ബട്ട് വൺസ് നിങ്ങൾ കോളേജിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോഴായിരിക്കുള്ളൂ നിങ്ങൾക്ക് ആ റിയാലിറ്റി മനസ്സിലാവുക. കാര്യം പിന്നെ ജോബ് കിട്ടാന്നുള്ളൊരു സംഭവം കുറച്ച് പാടാ. കാര്യം ഇപ്പൊ നമ്മൾ ലിങ്ക്ഡിനിൽ അപ്ലൈ ചെയ്യുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ എല്ലാവരും ഇപ്പൊ ഫ്രഷേഴ്സിനെ ആരും അങ്ങനെ പെട്ടെന്ന് എടുക്കില്ല. ഇപ്പൊ നിങ്ങളിപ്പോ കോളേജിൽ നിന്ന് പ്ലേസ്മെന്റ് കിട്ടി പോവുകയാണെങ്കിൽ അത് അത്രയും ബെസ്റ്റ് ആയിരിക്കും. വൺസ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അത് കിട്ടാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായി. ഇപ്പോൾ എൻ്റെ ബാച്ചിൽ തന്നെ കുറെ കുട്ടികൾ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ജോബിന് വേണ്ടി.
ലൈക്ക് ഹയർ സ്റ്റഡീസ് ഒക്കെ ഓപ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ, ഞാൻ പറയില്ല നിങ്ങൾ പ്ലേസ്മെന്റ് ട്രൈ ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല. ഹയർ സ്റ്റഡീസ് തന്നെ നോക്കിക്കോളൂ. കാര്യം എന്താ വെച്ചാൽ വൺസ് നിങ്ങളൊന്ന് ജോബിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ പഠിക്കാൻ പോവാ എന്നുള്ളൊരു സംഭവം ചിലപ്പോൾ പറ്റണം എന്നില്ല. കാര്യം നമ്മൾ ജോബിൽ ഇപ്പൊ നമ്മൾ എന്താ ഒരു കംഫർട്ട് സോണിൽ എത്തിയല്ലോ, അപ്പൊ നമുക്ക് വീണ്ടും ഇനിയിപ്പോ പഠിക്കാൻ പോവാന്നുള്ളത് നടക്കില്ല. അപ്പോ അല്ല, ചെയ്യുന്നവരുണ്ട് കേട്ടോ, അങ്ങനെയല്ല. എന്നാലും മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ എന്താ, നമ്മളൊരു കംഫർട്ട് സോണിൽ എത്തി, ഓക്കെ ജോബ് കിട്ടി, സാലറി കിട്ടുന്നുണ്ട്, എല്ലാം ലൈഫും ഓക്കെ ഓക്കെ ആയി എന്നുള്ളൊരിതിൽ ആയിപ്പോവും. ഒരു മിനിറ്റ്, ജസ്റ്റ് ഒരു 5 സെക്കൻഡ്. ഹലോ, സോറി ഗൈസ്, ഒരു കോൾ വന്നതാ. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു? ഓക്കെ, നമ്മൾ പ്ലേസ്മെന്റ് പ്രിപ്പറേഷൻ ഒന്ന് സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. ഇപ്പൊ നിങ്ങൾ 3rd ഇയേഴ്സ് ആണ്, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ടൈം ഉണ്ട്. പ്ലേസ്മെന്റ്സ് വരാൻ സ്റ്റാർട്ട് ചെയ്തു? ഏതെങ്കിലും കമ്പനീസ് ഏതെങ്കിലും വന്നു ഇപ്പൊ കോളേജിൽ? റേഡിയസിന് ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ ഓക്കെ, ഇന്റേൺഷിപ്സിനൊക്കെ വരുന്നുണ്ട്. ഓക്കെ. ഓ, നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ഇപ്പോൾ കമ്പൽസറി ആണല്ലേ സിലബസിൽ? ഫിദ അല്ലെങ്കിൽ ആരെങ്കിലും പ്ലീസ് റിപ്ലൈ. ഓക്കെ, ഫൈൻ. സോ പ്രിപ്പറേഷൻ, ഓക്കെ. സോ IT ഫീൽഡ് നോക്കുന്നവരാണെങ്കിൽ മോസ്റ്റ്ലി നിങ്ങളിപ്പോൾ ചെയ്യുന്ന കോഴ്സസ് ആണെങ്കിലും ഈ പറഞ്ഞ ഇന്റേൺഷിപ്പ് ആണെങ്കിലും കൂടുതലും IT ബേസ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന ടൈപ്പ് തന്നെ നോക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ 3rd ഇയേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ടൈം ഉണ്ട്. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ പ്ലേസ്മെന്റ് ഇപ്പോൾ എന്താ എക്സാം, ആപ്റ്റിറ്റ്യൂഡ് എക്സാം ഇപ്പൊ നാളെ ആണെങ്കിൽ ഇന്നല്ല പോയി പ്രിപ്പയർ ചെയ്യേണ്ടത്. നമ്മൾ കുറച്ച് നേരത്തെ പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ലൈക്ക് ഇപ്പൊ ഞാനാണെങ്കിലും കുറച്ച് മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 3rd ഇയറിലൊക്കെ ആയപ്പോൾ തന്നെ. കാര്യം എന്നാലേ നമുക്ക് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും കുറച്ച് ടെൻഷൻ ഫ്രീ ആയിട്ട് എല്ലാം അറ്റൻഡ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഇന്റർവ്യൂ നാളെ ആണെങ്കിൽ ഇന്ന് പോയിട്ടല്ല ഈ പറഞ്ഞ സെൽഫ് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യാം. കുറച്ച് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ പ്രിപ്പറേഷന്റെ കാര്യം വരികയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ കയ്യിൽ വേണ്ടത് ഒരു ഗുഡ് CV ആണ്. എനിക്കറിയില്ല ഇവിടെ ഇപ്പം എത്ര പേരുടെ കയ്യിലൊരു CV ഉണ്ട് എന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഇല്ലെങ്കിലും പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. കാര്യം വൺസ് നിങ്ങളൊരു CV പ്രിപ്പയർ ചെയ്യും സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക, ഓ എൻ്റെ CV-യിൽ ഒന്നും ഇല്ലല്ലോ എഴുതാൻ എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുക. ഇപ്പം ഞാനും പഠിക്കുന്ന ടൈമിൽ ഈ 3rd ഇയറിൽ CV ഉണ്ടാക്കുമ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഓക്കെ എനിക്കിപ്പോൾ എന്താ അച്ചീവ്മെന്റ്സിൽ എഴുതാൻ ഒന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ എന്താ പ്രൊജക്ട്സിൽ എഴുതാൻ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ഉള്ള ഒരു കാര്യം നമുക്ക് റിയലൈസ് ആവുക നമ്മൾ ഈ CV ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. അപ്പൊ എന്റെ കേസിൽ ഞാൻ എന്താ IEEE മെമ്പർ ആയിരുന്നു. അപ്പൊ അതിൽ ഞാൻ കുറെ ഹ്യൂമാനിറ്റേറിയൻ പ്രോജക്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ആ ഇയർ ഒരു ബെസ്റ്റ് ഹ്യൂമാനിറ്റേറിയൻ സ്റ്റുഡന്റ് അവാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് എന്റെ CV-യിൽ എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എന്താ വെച്ചാൽ എല്ലാവരും ഇപ്പൊ CV പ്രിപ്പയർ ചെയ്യും, എല്ലാവരും സെയിം കോഴ്സാണ് പഠിക്കുന്നത്. മേ ബി ഒരു 10 പേരുണ്ടാവും, എല്ലാവർക്കും സെയിം CGPA, അത്യാവശ്യം ഏകദേശം ഒരേ സ്കിൽസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ നിങ്ങൾ ഒരാൾ ഡിഫറെന്റ് ആക്കി വെക്കുന്നത് മേ ബി എന്തെങ്കിലും നിങ്ങളൊരു എക്സ്ട്രാ ആയിട്ട് ചെയ്തൊരു സംഭവമായിരിക്കും. ലൈക്ക് ഇപ്പൊ 10 പേര് ഒരേ സാധനം, എല്ലാവരും ഇപ്പൊ ഫൈനൽ ഇയർ പ്രൊജക്ട് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. അപ്പോൾ ഒന്ന് ഡിഫറെന്റ് ആക്കി വെക്കാൻ നിങ്ങൾക്ക് പറ്റാൻ ഒരു സാധനം നിങ്ങളുടെ CV-യിൽ ഉണ്ടാവണം. ഇപ്പൊ എന്റെ കേസിൽ എനിക്ക് ആ IEEE ഞാൻ ചെയ്ത പ്രൊജക്ട്സ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, എന്റെ അച്ചീവ്മെന്റ്സ് ചെയ്ത് എനിക്ക് അവാർഡ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എനിക്ക് എന്താ എന്റെ ഇന്റർവ്യൂ വരുമ്പോഴൊക്കെ എനിക്ക് അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റും. സോ അങ്ങനെ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്താ പറയാ കോഴ്സ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്താ കോഴ്സെറയുടെ ഒക്കെ കുറെ കോഴ്സുകൾ അവൈലബിൾ ആണ്. അതിപ്പോ കുറെ സാധാ ഫ്രീ കോഴ്സ്, കമ്മ്യൂണിക്കേഷന്റെ കോഴ്സ് അങ്ങനെയൊക്കെ കുറെ ഉണ്ട്. അത് സത്യം പറഞ്ഞാൽ ഞാനും എന്റെ CV-യിൽ അങ്ങനത്തെ കോഴ്സുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നോക്കി വരികയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയൽ പോയിന്റ് ഓഫ് വ്യൂവില് അങ്ങനത്തെ കോഴ്സുകളെ കൊണ്ടൊന്നും വലിയ ഗുണങ്ങളില്ല. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നല്ല കോഴ്സ് ചെയ്യുക. അതായത് ഇപ്പൊ ഞാൻ IT റിലേറ്റഡ് ആയിട്ട് തന്നെയാ പറയുന്നത്. ഇപ്പൊ ഞങ്ങളുടെ കമ്പനിയിലാണെങ്കിൽ പോലും ഇപ്പൊ എല്ലാ എംപ്ലോയീസിനെ കൊണ്ട് AWS സർട്ടിഫിക്കേഷൻസ് ഒക്കെ എടുപ്പിക്കുന്നുണ്ട് അതിന്റെ കോഴ്സ് ചെയ്യിപ്പിച്ചിട്ട്. അത് പേയ്മെന്റ് ഉണ്ട് അതിന്. ബട്ട് സ്റ്റിൽ നമ്മൾ ആ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കൊടുത്ത പേയ്മെന്റ് തിരിച്ചു കിട്ടും. അപ്പൊ അങ്ങനത്തെ കുറച്ച് നല്ല കോഴ്സുകളൊക്കെ ചെയ്ത് CV-യിൽ വെക്കാൻ നോക്കുക.
അല്ലാണ്ട് ഇങ്ങനെ സാധാ ഇപ്പൊ എല്ലാരും ചെയ്യുന്ന പോലെ കോഴ്സറയുടെ ഫ്രീ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ കോഴ്സും അങ്ങനത്തെ കോഴ്സുകളൊക്കെ ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ വലിയ ഗുണമില്ല. നിങ്ങൾക്ക് വെറുതെ നിങ്ങളുടെ സിവിയിൽ ഒരു രണ്ടുപേര് കൂട്ടാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഒരു എന്താ ഒരു ഇന്റർവ്യൂവർ നോക്കുമ്പോൾ ആൾക്ക് അതൊരു ഇംപ്രസീവ് സാധനമായിട്ടൊന്നും തോന്നാൻ പോകുന്നില്ല. നല്ല കോഴ്സസും ഉണ്ട് കേട്ടോ. കോഴ്സിൽ ഇപ്പൊ നിങ്ങൾ എന്താ ഇപ്പൊ AI റിലേറ്റഡ് അല്ലെങ്കിൽ ML ഒക്കെ റിലേറ്റഡ് നല്ല കോഴ്സുകളും ഉണ്ട്. അങ്ങനത്തെ നല്ല കോഴ്സസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അങ്ങനത്തെ കുറച്ച് കോഴ്സ് ചെയ്ത് വെറുതെ നോക്കി വിടാനല്ല, പഠിക്കണം. ലൈക്ക് അത് കണ്ട് കുറച്ച് പഠിച്ച് മനസ്സിലാക്കാൻ നോക്കണം. പിന്നെ എന്താ കോഴ്സുകളെ പറ്റി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗൂഗിൾ ക്ലൗഡിന്റെ അല്ലെങ്കിൽ GCPന്റെ കോഴ്സ്, അങ്ങനത്തെ കുറച്ച് കോഴ്സസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കോഴ്സുകളൊക്കെ ചെയ്ത് കുറച്ച് CV കാര്യമായ എന്തെങ്കിലും സാധനങ്ങൾ കേറ്റാൻ നോക്കുക. കാര്യം അവരാദ്യം ഇപ്പൊ നോക്കുക നമ്മുടെ CV ആയിരിക്കും. നമ്മൾ വിചാരിക്കും ഓക്കെ CV അല്ലേ എന്തെങ്കിലും ചെയ്തിട്ട് വെക്കുക, ആരപ്പം ഇതൊക്കെ നോക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ലൈക്ക് നോക്കും അവര്, എല്ലാം ഒന്നും വായിച്ചു നോക്കില്ലായിരിക്കും. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ കുത്തി നിറച്ച് വലിയ വലിയ പാരഗ്രാഫ് അങ്ങനെയല്ല. ജസ്റ്റ് എന്താണോ നമ്മുടെ ഹൈലൈറ്റിംഗ് പോയിന്റ്സ് മാത്രം ഉൾപ്പെടുത്തി ഒരു ഗുഡ് ക്രിസ്പി ആയിട്ടുള്ള ഒരു CV, ലൈക്ക് എന്താ നിങ്ങളുടെ നല്ല പോയിന്റ്സും കാര്യങ്ങളും മാത്രം ഉള്ള ടൈപ്പ് ഒരു CV. അങ്ങനെ അപ്പൊ അങ്ങനെ ഒരു CV എന്തായാലും ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യണം. അല്ലാണ്ട് പ്ലേസ്മെന്റ് നാളെ സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചിട്ട് നാളെ അല്ല പ്രിപ്പയർ ചെയ്യണ്ടേ, ഇപ്പോഴേ പ്രിപ്പയർ ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാ അതിൽ വേണ്ടേ, അല്ലെങ്കിൽ നിങ്ങൾ ഇനി എന്തൊക്കെ ആഡ് ചെയ്യണം, ഇനി എന്തെങ്കിലും ചെയ്യണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം CVന്റെ ഒക്കെ. അതാണ് CVയിലുള്ളത്. പിന്നെന്താ വെച്ചാൽ ഇപ്പോ എന്താ മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു എല്ലാ പ്ലേസ്മെന്റ്സും ഒരു എന്താ സിമിലർ കൈൻഡ് ഓഫ് റൗണ്ട്സ് തന്നെയാണ് ഉള്ളത്. ഇപ്പൊ എനിക്ക് ക്യൂബേഴ്സിന്റെ പറയുകയാണെങ്കിൽ എനിക്ക് സ്റ്റാർട്ടിങ് എന്താ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ഒരു റൗണ്ട് ഉണ്ടായിരുന്നു, ലൈക്ക് എക്സാം ആയിരുന്നു. അതിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഉണ്ടായിരുന്നു, കോഡിംഗ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. ദെൻ സെക്കൻഡ് ഇന്റർവ്യൂ ആയിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഈ പറഞ്ഞ ആപ്റ്റിറ്റ്യൂഡും കാര്യങ്ങളും ആണെങ്കിൽ പോലും ഇപ്പൊ നമ്മൾ വിചാരിക്കും ഓ ആപ്റ്റിറ്റ്യൂഡ് അല്ലേ, അതിപ്പോ എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും പാസ്സാവാ, വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കുമല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ബട്ട് സ്റ്റിൽ ആ ടൈമിൽ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യും വേണമല്ലോ. സോ കുറച്ചൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യാം. മേ ബി നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയായിരിക്കും. മാത്സിലൊക്കെ നിങ്ങൾ ഇച്ചിരി ഷാർപ്പാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് അത് പാസ്സാവാൻ പറ്റും. ബട്ട് സ്റ്റിൽ നമുക്ക് ആ ഒരു എന്താ ഏത് കൈൻഡ് ഓഫ് പാറ്റേൺസ് ആ ക്വസ്റ്റ്യൻസ് വരുന്നത്, ആ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ കുറച്ചിപ്പോൾ എന്താ പറയുക കുറേ യൂട്യൂബ് വീഡിയോസ് അവൈലബിൾ ആണ്. ഇപ്പൊ ഞാൻ എൻ്റെ ടൈമിലാണെങ്കിലും ഇങ്ങനത്തെ കുറേ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻസ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വേണ്ടി കുറേ റെഫർ ചെയ്ത് ഞാൻ കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, പ്രിപ്പയർഡ് ആയിരുന്നു ഞാൻ. അതേപോലെ കോഡിങ് പറയുകയാണെങ്കിൽ ഇപ്പൊ മേ ബി എന്താ മീൻസ് ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഞാനും ഈ പറഞ്ഞ പോലെ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആവുന്ന ടൈമിൽ ഞാനിങ്ങനെ കോഡിങ്ങിൽ പുലിയാണ് അതുകൊണ്ട് എനിക്ക് ക്യൂബേഴ്സിറ്റി കിട്ടി അങ്ങനെയൊന്നും ഞാൻ പറയില്ല. കാര്യം എനിക്കൊരു ബേസിക് നോളജ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ ഏത് കമ്പനി ആണെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടിയാൽ അവർ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഭയങ്കര പുലിയാവണം എന്നൊന്നും ഞാൻ പറയില്ല, പുലിയായാൽ നല്ലത്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പൊ അതാലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കണമെന്നില്ല. എന്നാലും നമ്മൾ എന്താ കുറച്ച് ബേസിക് നോളേജ് ഉണ്ടാക്കണം കോഡിങ്ങിനെ പറ്റി. കാര്യം ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഓൾറെഡി എന്താ കമ്പനീസിൽ നിന്ന് കുറെ പേരെ ലേ ഓഫ് ചെയ്യുന്നുണ്ട്, പ്രൊജക്ട്സ് ഇല്ലാത്തവരെ, അങ്ങനെയൊക്കെ ആകുമ്പോൾ കോമ്പറ്റീഷൻ കുറച്ച് കൂടുതലാണ്. അപ്പൊ ഇപ്പൊ കോളേജിൽ നിന്ന് പ്ലേസ്മെന്റ് കിട്ടുമ്പോൾ പിന്നെ ഓക്കെയാണ്. കാര്യം നിങ്ങളെ കമ്പയർ ചെയ്യുന്നത് നിങ്ങളുടെ തന്നെ കൂട്ടത്തിലുള്ള എന്താ നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ ആ പോകുന്ന ആ ഒരു സെറ്റ് ഓഫ് ബാച്ചിനെ വെച്ചായിരിക്കും നിങ്ങളെ കമ്പയർ ചെയ്യുക. ബട്ട് വൺസ് നിങ്ങളിപ്പോൾ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഒരു ജോബ് ട്രൈ ചെയ്യുന്നതെങ്കിൽ അവിടെ കമ്പാരിസൺ വരാ ഈ പറഞ്ഞ എന്താ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആ ഒരു എന്താ ആ ലെവലിലുള്ള കുട്ടികളായിട്ടായിരിക്കില്ല മേ ബി. കാര്യം ഇതിലും എക്സ്പീരിയൻസ് ഉള്ള വേറെ ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ച് പാടായിരിക്കും കിട്ടാൻ. സോ കുറച്ച് കോഡിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ എന്താ ഇപ്പൊ അവര് ക്വസ്റ്റ്യൻ ചോദിക്കുക അങ്ങനെ ആപ്പ് ഡെവലപ്പ് ചെയ്യാനും അങ്ങനെയൊന്നും ആരും ചോദിക്കൊന്നുമില്ല ഇപ്പോൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോഴും. അപ്പൊ ബേസിക് ആയിട്ട് ഇപ്പൊ എന്താ യൂട്യൂബ് ചാനൽസിലൊക്കെ കുറേ അവൈലബിൾ ആണ്. ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു കൈൻഡ് ഓഫ് പാറ്റേൺ ക്വസ്റ്റ്യൻസ്, ഫിബൊനാച്ചി സീരീസ് അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ലേ നിങ്ങളൊക്കെ? എനിക്ക് നോൺ IT ഈസി ഉള്ള കുട്ടികൾക്ക് അറിയോ എനിക്കറിയില്ല, ബാക്കി ബാച്ചിലെ പിള്ളേർക്ക്. ഓക്കെ, സോ ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ സെർച്ച് ചെയ്താൽ കിട്ടും കുറേയൊക്കെ. അതൊക്കെ വെച്ച് കുറേയൊക്കെ പ്രിപ്പയർ ചെയ്യാം. കാര്യം നമ്മൾ പ്രിപ്പയർ ചെയ്യാണ്ട് കിട്ടിയില്ല എന്നാവരുത്. കിട്ടിയിട്ടില്ലെങ്കിൽ ഓക്കെ, പ്ലേസ്മെന്റ് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ഇപ്പൊ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. കിട്ടിയില്ലെങ്കിൽ കിട്ടില്ല, നമുക്ക് വേറെ വഴി ഉണ്ടാവും. വേണമെങ്കിൽ എന്തെങ്കിലും കോഴ്സ് ഒക്കെ ചെയ്യാം, അല്ലെങ്കിൽ എന്താ വീണ്ടും ട്രൈ ചെയ്യാം. എക്സാം മീൻസ് എന്താ വേറെ ജോബ് ട്രൈ ചെയ്യാം. അങ്ങനെ നമുക്ക് ഓപ്ഷൻസ് കുറേ ഉണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാണ്ട് കിട്ടിയില്ല എന്നുള്ള റിഗ്രറ്റ് നമുക്ക് ഉണ്ടാവരുത്.
ഓക്കെ. സോ അങ്ങനെ കുറച്ച് കോഡിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരിക്കേണ്ടത് പൈത്തൺ അറിഞ്ഞിരിക്കണം. കാരണം ഏത് കമ്പനി പോവുകയാണെങ്കിലും ബേസിക് ഏതെങ്കിലും ഒരു കോഡിംഗ് ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയണം. അപ്പോൾ ഒന്നില്ലെങ്കിൽ സി പ്രോഗ്രാമിങ്ങോ സി പ്ലസ് ഒക്കെ അറിഞ്ഞാൽ നല്ലത്. ബട്ട് ബേസിക് ആയിട്ടൊരു സി പ്രോഗ്രാമിങ്ങും പൈത്തണെങ്കിലും അറിഞ്ഞിരിക്കണം. കാര്യം അതിൻ്റെ കുറച്ചെങ്കിലും ഒരു നോളേജ് നമുക്ക് ഉണ്ടാവണം. അപ്പൊ അതൊക്കെ കുറച്ച് കോഴ്സൊക്കെ കണ്ട് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ക്യൂബേഴ്സിറ്റിയിൽ എനിക്ക് ഉണ്ടായിരുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ കോഡിംഗ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു എക്സാമിന്. അതായത് അത് നമ്മുടെ കോളേജിൽ വെച്ചിട്ട് തന്നെയായിരുന്നു എക്സാമും കാര്യങ്ങളും. അത് കഴിഞ്ഞ് അതിനകത്തുനിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ മാത്രം വെച്ചിട്ട് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ ഈ പറഞ്ഞ പോലെ ഒരു 3 റൗണ്ട്സ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതായത് ഫസ്റ്റ് റൗണ്ടിൽ അവിടെയും കുറച്ച് ഈ പറഞ്ഞ പോലെ മാത്സ് റിലേറ്റഡ് ഇങ്ങനെ ആപ്റ്റിറ്റ്യൂഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ചോദിച്ചു ഇന്റർവ്യൂവിൽ തന്നെ. പിന്നെ അത് ഓക്കെ ആണെന്നാവുമ്പോൾ നെക്സ്റ്റ് എനിക്ക് ഉണ്ടായിരുന്നത് കോഡിംഗ് റൗണ്ട് ആയിരുന്നു. അപ്പൊ അതിൽ നമുക്ക് സിസ്റ്റം തന്നിട്ട് കോഡ് ചെയ്യാൻ തന്നെ ഉണ്ടായിരുന്നു. ഒരു 2 ക്വസ്റ്റ്യൻസ് എന്തോ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്തോ സീരീസ് ഇങ്ങനെ ഇതുപോലെ സോർട്ടിങ് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കോഡിംഗ് ക്വസ്റ്റ്യൻ തന്നെ. ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും കോഡ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം ഞാൻ അത് ചെയ്ത് പഠിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് അവിടെ ചെന്നപ്പോൾ അവർ കുറച്ചൊന്ന് മാറ്റി തന്നാലും എനിക്കത് ചെയ്യാൻ പറ്റി. അത് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇപ്പോഴേ കുറച്ച് കോഡിംഗ് ക്വസ്റ്റ്യനും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങണം. കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഗൂഗിളൊക്കെ റെഫർ ചെയ്താൽ കുറെ കിട്ടും നിങ്ങൾക്ക്. ഈ ഇന്റർവ്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറെ കിട്ടും കോഡിങ്ങിന്റെ. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ നോക്കി പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. കാര്യം ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെയ്യുന്ന പറയുമ്പോൾ നമ്മളിങ്ങനെ അയ്യോ എനിക്കൊന്നും അറിയില്ല എന്നുള്ള പോലെ ഇരിക്കാൻ പാടില്ലല്ലോ. കാരണം നമ്മൾ അത്ര കഷ്ടപ്പെട്ട് ഇന്റർവ്യൂ വരെ എത്തി, സെക്കൻഡ് റൗണ്ട് എത്തി, അയ്യോ എനിക്കിപ്പോൾ കോഡിങ് തീരെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്ന ഒരു വിഷമല്ലേ. അപ്പോൾ ഇപ്പോഴേ കുറച്ച് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ പിന്നെ എനിക്ക് നെക്സ്റ്റ് ഉണ്ടായിരുന്നത് HR റൗണ്ട് ആയിരുന്നു. അങ്ങനെ അപ്പൊ ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 10 സ്റ്റുഡൻസ് സംതിങ് ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. അത്ര പേരോളം 10-15 കുട്ടികളോളം ഉണ്ടായിരുന്നു അന്ന്. അതിനാകെ 4 പേരെ അന്ന് സെലക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അവര് കാര്യമായി ഫിൽട്ടർ ചെയ്തിട്ട് തന്നെയാ ഈ പറഞ്ഞ എല്ലാ കമ്പനീസും സെലക്ട് ചെയ്യുക. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഇത്ര പിള്ളേരുണ്ടായിരുന്നു. അപ്പൊ അതിനകത്തുനിന്ന് അവര് 4 പേരെ എടുത്തിട്ടുള്ളൂ. ഈ പറഞ്ഞ ഈ 15 പിള്ളേരും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും കോഡിംഗ് ടെസ്റ്റും പാസ്സായി വന്നവരാ. എന്നിട്ടും അതിന് അവര് 4 പേര് എടുക്കുന്നുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, നമ്മളപ്പോ നോക്കുമ്പോൾ നമ്മുടെ CV അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലസ് പോയിന്റ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണം. കാര്യം ഇപ്പൊ ഇന്റർവ്യൂക്കാണെങ്കിലും ഇപ്പൊ ഇന്റർവ്യൂ നമുക്ക് തീരുമാനിക്കാം ഏത് സൈഡിലോട്ട് അത് കൊണ്ടുപോകണം എന്നുള്ളത്. ഇപ്പൊ എന്റെ കേസിൽ ഇപ്പൊ ഞാൻ എന്റെ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ തന്നെ എന്റെ പ്രൊജക്ട്സും കാര്യങ്ങളും, അതായത് IEEE ഞാൻ ചെയ്ത പ്രൊജക്ട്സ്, അത് ശരിക്കും ഒരു റിയൽ ലൈഫ് സൊല്യൂഷൻ ആയിരുന്നു. ഇങ്ങനെ ഒരു ഹ്യൂമാനിറ്റേറിയൻ പ്രൊജക്റ്റ് ആയിരുന്നു. ഒരു ട്രൈബൽ വില്ലേജില് സോളാർ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു അത്. അപ്പൊ അതെന്താ വെച്ചാൽ ഒരു റിയൽ ലൈഫ് സൊല്യൂഷൻ ആയിട്ടുള്ള ഒരു പ്രൊജക്ട്. അതിൽ ഞാൻ കോർ മെമ്പർ ആയിരുന്നു ആ ടീമില്. അപ്പൊ എനിക്ക് അതിനെപ്പറ്റി ചോദിച്ച് എനിക്ക് അറിയാം, എനിക്ക് അതിൽ കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, എനിക്ക് ഇതിനെപ്പറ്റി ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും. സോ ഞാൻ എന്റെ സെൽഫ് ഇൻട്രൊഡക്ഷനിലും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ ഇതിനെപ്പറ്റി പറയുമ്പോൾ അവര് അതിൽ പ്രൊജക്റ്റിലോട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും നമ്മുടെ ഇന്റർവ്യൂ ഏത് സൈഡിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത്. അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്റർവ്യൂക്ക് വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് ചിലപ്പോൾ കുഴപ്പമില്ലാത്ത കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒക്കെ ഉണ്ടാവുമായിരിക്കാം. ഇനിയിപ്പോ ഞാൻ പറയുന്ന പോലെ ഇംഗ്ലീഷ് ഭയങ്കര അടിപൊളി ഇംഗ്ലീഷ് വേണം, അത്ര ഗ്രാമർ അല്ല, അങ്ങനെയൊന്നും ആരും നോക്കില്ല. നമുക്ക് ജസ്റ്റ് നമ്മുടെ മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റിയാൽ മതി. പിന്നെ ആ കോൺഫിഡൻസ് ഉണ്ടാവണം. ഇപ്പൊ പറയാണെങ്കിലും ഒരു കോൺഫിഡൻസ് നമ്മുടെ ഫേസിലും നമ്മുടെ ആ സംസാരത്തിലും ഉണ്ടാവണം. അല്ലാണ്ട് കമ്മ്യൂണിക്കേഷൻ അടിപൊളി ആയതുകൊണ്ട് കിട്ടുക അങ്ങനെയൊന്നുമില്ല. എന്റെയും ഇപ്പൊ ഈ പറഞ്ഞ പോലെ നോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്, അല്ലാണ്ട് ഭയങ്കര അടിപൊളി കമ്മ്യൂണിക്കേഷൻ ആണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, അപ്പൊ അത് അങ്ങനെ ഒന്നും ആലോചിച്ചാരും ടെൻഷൻ ആവൊന്നും വേണ്ട. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോ അടിപൊളി കമ്മ്യൂണിക്കേഷൻ തന്നെ ആയിക്കോട്ടെ, ബട്ട് സ്റ്റിൽ നിങ്ങൾ ഇന്റർവ്യൂവിനൊക്കെ പോകുന്നതിന് മുന്നേ, തലേന്നല്ല കുറച്ച് മുന്നേ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. കാര്യം ഇപ്പൊ ഒരു ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മേ ബി അവർ ചോദിക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ വീക്ക്നെസ്, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. നമുക്ക് അറിയാൻ പറ്റും മിക്കവാറും HR റൗണ്ടിൽ അത് ചോദിക്കുമായിരിക്കും എന്നുള്ളത്. അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതായത് എഴുതി ബൈ ഹാർട്ട് പഠിച്ചു പോവുക അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്യുക നിങ്ങൾക്ക് പറയാനുള്ള പോയിന്റ്സ്. അതേപോലെ ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള സാധനം
ഭയങ്കര ഇമ്പോർട്ടൻ്റാ. കാര്യം ഇപ്പൊ നമ്മൾ എന്താ അവരാദ്യം നമ്മളോട് ചോദിക്കുക സെൽഫ് ഇൻട്രോ ആയിരിക്കും. അതിലാണ് നമുക്ക് നമ്മുടെ ഏറ്റവും നല്ല ക്വാളിറ്റീസും അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത എന്തെങ്കിലും സ്കിൽസോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുക അതിലാ. അപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പറയാ. ലൈക്ക് എന്തെങ്കിലും പറയാ, എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഓക്കെയാണ് അപ്പൊ എന്തെങ്കിലും പറയാലോ, അത് കേട്ട് കൊള്ളും എന്നുള്ളൊരു രീതിയിൽ പോവാണ്ടിരിക്കുക. കാര്യം അതൊക്കെ ശരിക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം അവർ അത് കേട്ടിട്ടാ നിങ്ങളുടെ ബാക്കി ഇന്റർവ്യൂവിന് അവർ ജഡ്ജ് ചെയ്യാനേ ചെയ്യുള്ളൂ. നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷനും നിങ്ങളുടെ പ്രസൻസ്, അതായത് നിങ്ങളെങ്ങനെ, അതായത് എന്താ അത്യാവശ്യം വെൽ ഡ്രസ്ഡ് ആയിട്ടും ഇതൊക്കെ ആയിട്ട് പോവാ. കാര്യം അതൊക്കെ അവര് ഒരു ജഡ്ജിങ് ഫാക്ടർ ആണ് കുറെയൊക്കെ. അപ്പോ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴും ഈ പറഞ്ഞ പോലെ എന്താ വലിയ പാരഗ്രാഫ് അവർക്ക് ബോറടിപ്പിക്കരുത്. ജസ്റ്റ് നിങ്ങൾക്ക് പറയാനുള്ള ജസ്റ്റ് നിങ്ങളുടെ എന്താ ഇൻട്രോ പറയാ, പേര്, കോളേജ്, പാസ് ഔട്ട് ഇയർ, കാര്യങ്ങൾ പറയാ. പിന്നെ നിങ്ങളുടെ പ്രൊജക്ട്സ് എന്തെങ്കിലും ഇപ്പോൾ ഫൈനൽ ഇയർ പ്രൊജക്ട് ആണെങ്കിൽ ജസ്റ്റ് അത് ഇന്ന പ്രൊജക്ട് ആയിരുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. പിന്നെ അവർ ചോദിച്ചോളും, അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി അവർ എന്തായാലും ചോദിച്ചോളും. ഇനിയിപ്പോ വേറെ നിങ്ങൾ എന്തെങ്കിലും, ഇപ്പൊ ഞാൻ IEEE വേറെ പ്രൊജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ നിങ്ങളുടെ ഹോബീസും, ജസ്റ്റ് കുറെ ഹോബീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത്രയൊന്നും പറയണില്ല, മെയിൻ ആയിട്ട് ഒരു ജസ്റ്റ് ഒന്ന് ഒരു 2 എങ്ങാനും പറയാം. ഹോബീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറയാം. അങ്ങനെ ജസ്റ്റ് നിങ്ങളുടെ, പിന്നെ ഈ പറഞ്ഞ പോലെ സ്കിൽസ്, നിങ്ങളുടെ എന്തെങ്കിലും നല്ല സ്കിൽസ്, അത് നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ടുള്ള സ്കില്ലായിരിക്കണം. കാര്യം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ബേസിക് ക്വസ്റ്റ്യൻ പോലും നമുക്ക് കിട്ടാണ്ടിരിക്കുക എന്നുള്ളത് അതൊരു ബാഡ് മാർക്ക് ആയിരിക്കും. സോ നിങ്ങൾക്ക് അത്യാവശ്യം കോൺഫിഡന്റ് ആണ് എന്നുള്ളൊരു സ്കില്ല് പറയാം ആ ഇൻട്രോയിൽ തന്നെ. അതും ഈ പറഞ്ഞ പോലെ ഇൻട്രോ ഭയങ്കര നീണ്ടു പോകാനും പാടില്ല. ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്ന പോലെ ഒരു ക്രിസ്പ് ആൻഡ് എന്താ പറയാ നല്ലൊരു ഇൻട്രോ പ്രിപ്പയർ ചെയ്ത് വെച്ച് തന്നെ ഇന്റർവ്യൂവിന് പറയാൻ നോക്കാം. അതാണ് സെൽഫ് ഇൻട്രോയില് പറയാനുള്ളത്. പിന്നെന്താ പിന്നെ പറയാന്ന് പറഞ്ഞാൽ ഓക്കെ, കോഡിങ് സ്കിൽസ് ഇപ്പൊ പറഞ്ഞില്ലേ, പൈത്തണും സി പ്രോഗ്രാമും പോലെ എന്തെങ്കിലും ഒരു ബേസിക് സാധനങ്ങളൊക്കെ പഠിക്കാൻ നോക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നിങ്ങൾക്ക് എന്താ ഫൈനൽ ഇയർ പ്രൊജക്ട് ആണെങ്കിൽ പോലും എന്താ നിങ്ങളിപ്പോ അത് ചൂസ് ചെയ്യുമ്പോഴും കുറച്ച് എന്താ നല്ല പ്രൊജക്ട്സ് ചൂസ് ചെയ്യാൻ നോക്കുക. ഇപ്പൊ നമ്മൾ വിചാരിക്കും എല്ലാവരും ചെയ്യുന്നു ഫൈനൽ ഇയർ പ്രൊജക്ട്, ഇതിപ്പോ എന്താ എന്തെങ്കിലും ചെയ്ത് കോളേജിൽ പാസ്സായി പോയാൽ പോരെ എന്ന് വിചാരിച്ചിങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് ഇറങ്ങാന്നുള്ളതല്ല. നമ്മളിപ്പോ എന്തിനാ ബിടെക് എടുത്തേ? പഠിച്ച് അത്യാവശ്യം എല്ലാവർക്കും എന്താ നമുക്ക് വേണ്ടത് ഒരു നല്ലൊരു കരിയർ. ഇപ്പൊ മേ ബി ചിലർ ബിടെക് കഴിഞ്ഞ് ഹയർ സ്റ്റഡീസ് എടുക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും, റിസർച്ച് അല്ല. എന്തായാലും ലാസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യാന്നുള്ളതല്ലേ. സോ ഈ പറഞ്ഞ പോലെ പ്രോജക്ട്സ് ആണെങ്കിലും കുറച്ച് നല്ല ടോപ്പിക് ചൂസ് ചെയ്യാൻ നോക്കുക. എന്താ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കോ അങ്ങനെ കുറച്ച് നല്ല ടോപ്പിക്സ് ഒക്കെ ചൂസ് ചെയ്യാം. ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു എൻ്റെ ക്ലാസ്സിൽ നിന്ന് തന്നെ ഒരു പ്രൊജക്റ്റിനൊക്കെ യൂണിവേഴ്സിറ്റി ഫണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ നല്ല പ്രൊജക്റ്റ് ആണെങ്കിൽ എന്താ അവർക്ക് നിങ്ങൾക്ക് ഫണ്ട് ചെയ്യും നിങ്ങൾ അപ്ലൈ ചെയ്താൽ. അതായത് എല്ലാ പ്രൊജക്ട്സിനൊന്നും ചെയ്യില്ല, അവർ ചൂസ് ചെയ്ത് സെലക്ടഡ് പ്രൊജക്ട്സിന് മാത്രം അവർ ഫണ്ട് ചെയ്യാറുണ്ട് യൂണിവേഴ്സിറ്റി. സോ നല്ല പ്രൊജക്ട്സ് ചൂസ് ചെയ്യാൻ നോക്കുക, അല്ലാണ്ട് വെറുതെ ഒരു പ്രൊജക്ട് ചെയ്യുക അങ്ങനെയല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്താ കോഡിംഗ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ ഒരു എക്സ്ട്രാ വല്ല മിനി പ്രൊജക്ട്സോ, അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ മിനി പ്രൊജക്ട്സോ കാര്യങ്ങളൊക്കെ ചെയ്താൽ നല്ലത്. കാര്യം നിങ്ങൾക്ക് അത് CV-യിലൊക്കെ വെക്കാം. ഇനിയിപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, എന്നാലും ചെയ്താൽ നിങ്ങൾക്ക് നല്ലത്. അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ അങ്ങനെയൊക്കെ കുറച്ച് ട്രൈ ചെയ്യാം. പിന്നെ പറയാനുള്ളത് എന്താ, ഓക്കെ, ഒരു മെയിൻ കാര്യം എന്നുള്ളത് നമ്മളിപ്പോൾ പല പല സ്കിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തു, പ്രൊജക്ട് ചെയ്തു, പിന്നെ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്താ നമുക്ക് നമ്മളൊന്ന് മാർക്കറ്റ് ചെയ്യണ്ടേ? കാര്യം ഇപ്പോൾ അറിയണം, ബാക്കി ഇപ്പോൾ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്കാണെങ്കിലും ഓക്കെ ഇന്ന കുട്ടി ഇത്ര കഴിവുള്ള ഒരാളാണ് എന്നുള്ളൊരു സംഭവം അറിയണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് മാർക്കറ്റ് ചെയ്യണം. സോ അതിന് പറ്റുന്ന കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിലൊരു എന്താ ബേസിക് ആയിട്ട് എല്ലാവർക്കും വേണ്ടിയിരിക്കേണ്ട ഒരു എന്താ പ്രൊഫൈൽ എന്ന് പറയുന്നത് ലിങ്ക്ഡ്ഇൻ പ്രൊഫൈലാണ്. എനിക്കറിയില്ല ഇവിടെ ഇപ്പം എത്ര പേർക്ക് ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ ഉണ്ട് എന്ന് എനിക്കറിയില്ല. ഇൻസ്റ്റ അക്കൗണ്ട് ചോദിച്ചാൽ എല്ലാവർക്കും ഉണ്ടാവും, പക്ഷേ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ എനിക്കറിയില്ല എത്ര പേർക്ക് ഉണ്ട് എന്നുള്ളത്. അത് ഭയങ്കര മെയിൻ ആണ്. കാര്യം നമ്മളിപ്പോൾ ചെയ്യുന്ന കുറേ സ്കിൽസ്, നമ്മൾ ഡെവലപ്പ് ചെയ്ത സ്കിൽസ് അല്ലെങ്കിൽ പ്രോജക്ട്സ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ പറഞ്ഞ ലിങ്ക്ഡ്ഇൻ. സോ എല്ലാവരും മസ്റ്റായിട്ട് എന്താ ഇന്ന് തന്നെ പോയി ചെയ്തോ ഒരു പ്രൊഫൈൽ. വെറുതെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ഇടാനല്ല കേട്ടോ, അതിലെന്തെങ്കിലും ഫില്ല് ചെയ്യണം. കാര്യം എന്തെങ്കിലും നിങ്ങൾ ചെയ്ത പ്രൊജക്ട്സോ അല്ലെങ്കിൽ എന്താ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത സ്കിൽസിനെ പറ്റിയോ, ഇപ്പൊ സർട്ടിഫിക്കേഷൻസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അതിലിടാം. അങ്ങനെ നിങ്ങളുടെ എന്താ ഗുഡ് ക്വാളിറ്റീസും കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ ഷോക്കേസ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഇപ്പൊ എന്താ
ഈ എന്താ കോഡിങ് അല്ലെങ്കിൽ ടെക്നിക്കൽ കാര്യങ്ങൾ മാത്രമല്ല ശരിക്കും ലിങ്ക്ഡിനിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ നിങ്ങളുടെ അല്ലാണ്ടുള്ള സ്കിൽസ് ഉണ്ട്. ഇപ്പോൾ ഡ്രോയിങ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും, അതും നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ ഇപ്പൊ ഞാൻ എന്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലൊക്കെ ഇപ്പൊ ഞാൻ നമ്മുടെ കോളേജ് മാഗസീനിൽ, അതായത് എന്റെ ഇയറിലുള്ള കോളേജ് മാഗസീനിൽ ഞാൻ കുറച്ച് എന്റെ ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതൊക്കെ എന്റെ ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ സ്കിൽസ് അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ എല്ലാം അതിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ ടെക്നിക്കൽ സാധനങ്ങൾ മാത്രം വേണമെന്നൊന്നുമില്ല. സോ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാക്കുക, ഇന്ന് തന്നെ ഉണ്ടാക്കുക. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാര്യം ഇപ്പോൾ നമ്മൾ ഈ സി വിയിലാണെങ്കിലും നമുക്ക് ലിങ്ക്ഡിൻ ഐഡി ഒക്കെ വെക്കാൻ പറ്റും. അപ്പൊ ഈ നമ്മൾ അതിൽ എഴുതിയ സ്കിൽസും കാര്യങ്ങളും ഒക്കെ അവർക്കൊന്ന് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഈ പറഞ്ഞ ലിങ്ക്ഡിൻ ആയിരിക്കും. നിങ്ങളുടെ ലിങ്ക്ഡിൻ ഓപ്പൺ ആക്കിയാൽ മേ ബി അവർക്ക് കാണാൻ പറ്റും, ഓക്കെ ഇന്ന കുട്ടി ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഉള്ള സംഭവം അവർക്ക് അറിയാൻ പറ്റുക ലിങ്ക്ഡിൻ വഴി ആയിരിക്കും. കുറെയൊക്കെ എല്ലാവരും നോക്കണമെന്നില്ല, എല്ലാ കമ്പനീസും ഒന്നും നോക്കില്ല, ബട്ട് സ്റ്റിൽ നോക്കുന്നവരും ഉണ്ട്. സോ ലിങ്ക്ഡിൻ പ്രൊഫൈല് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തായാലും ഇന്ന് തന്നെ ഉണ്ടാക്കിക്കോ. ഇനിയിപ്പോൾ പ്ലേസ്മെന്റ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കാം എന്നൊക്കെ വെക്കണ്ട, ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തോ. എന്നിട്ട് കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കാൻ നോക്കാം. ഇപ്പോൾ ജോബ് അപ്ലൈ ചെയ്യാനാണെങ്കിൽ പോലും നമുക്ക് ലിങ്ക്ഡിൻ വഴി ജോബ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഇന്റേൺഷിപ്സ് കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാനും അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് ചെയ്യാനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് ഈ പറഞ്ഞ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എന്ന് പറയുന്ന സംഭവം. അപ്പൊ അത് ഇന്ന് തന്നെ മാക്സിമം ഇന്നോ നാളെ ലീവല്ലേ, നാളെ ഇരുന്ന് പതുക്കെ ലിങ്ക്ഡിൻ പ്രൊഫൈലൊക്കെ ഒന്ന് ഉണ്ടാക്കി സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ പ്ലേസ്മെന്റ് പ്രിപ്പറേഷനുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളും കുറച്ച് പഠിക്കാനും എല്ലാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഓക്കെ ഇപ്പോ കുറെ ഇപ്പൊ ഞാൻ പറഞ്ഞ IEEE കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് മെമ്പർഷിപ്സ് ഒക്കെ ഉള്ളതും നല്ലതാണ്. പക്ഷെ എന്താ വെച്ചാൽ വെറുതെ മെമ്പർഷിപ്പ് എടുത്ത് വെച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ കോളേജിൽ തന്നെ IEEE ഉണ്ട്, ISTE ഉണ്ട്, IEDC ഉണ്ട്, അങ്ങനെ പല പല സൊസൈറ്റീസ് ഉണ്ട് നമ്മുടെ കോളേജിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ കുറച്ച് മെമ്പർഷിപ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആക്റ്റീവായിട്ട് നിൽക്കാൻ നോക്കുക. ഇപ്പൊ നിങ്ങൾ CV എഴുതി വെറുതെ മെമ്പർഷിപ്പ് ഉണ്ട്, NSS മെമ്പർഷിപ്പ് ഉണ്ട്, IST മെമ്പർഷിപ്പ് ഉണ്ട് എന്നൊക്കെ വെറുതെ മെമ്പർഷിപ്പ് എഴുതി വെച്ചിട്ട് കാര്യമില്ല. അത് ആ ഇന്റർവ്യൂർ വായിക്കുക പോലും ഇല്ല. നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഉണ്ടായിട്ട് ആൾക്കൊന്നും ചെയ്യാനില്ലല്ലോ. നിങ്ങൾ അതിൽ ചെയ്ത കാര്യങ്ങളാണ് ആൾക്ക് അറിയണ്ടേ. അപ്പോൾ നല്ല എന്തെങ്കിലും ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് അതൊക്കെ യൂസ് ചെയ്യാൻ നോക്കുക. ഈ പറഞ്ഞ മെമ്പർഷിപ്സും കാര്യങ്ങളൊക്കെ അവരൊക്കെ കുറേ IST പോലും കുറേ പ്രോഗ്രാംസും കാര്യങ്ങളുണ്ട്, IEEE ഉണ്ട്, IEDC കുറേ ഇവന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലും സൊസൈറ്റി ഉണ്ടോ എനിക്ക് അറിയില്ല. ഇപ്പോൾ എനിക്ക് കിട്ടിയൊരു 3 പേരാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, സോ ഇതിലൊക്കെ മാക്സിമം മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത് ആക്റ്റീവായിട്ട് നിൽക്കാൻ നോക്കുക. വെറുതെ മെമ്പർഷിപ്പ് എടുത്തിട്ട് അവിടെ വെച്ചു എന്നുള്ളതും അതും ഒരു ബാഡ് പോയിന്റ് ആയിരിക്കും. നിങ്ങളിപ്പോൾ ഇന്റർവ്യൂവിന് വരുമ്പോൾ ആളിപ്പോൾ ഇന്റർവ്യൂവിൽ ചോദിക്കും, മേ ബി നിങ്ങൾ ഓക്കെ മെമ്പർഷിപ്പ് എടുത്തു, നിങ്ങൾ എന്താ ചെയ്തേ ചോദിച്ചാൽ ഒന്നും പറയാനില്ല എന്നുണ്ടെങ്കിൽ അത് ശരിക്കൊരു ബാഡ് പോയിന്റാ. മെമ്പർഷിപ്പ് എടുത്തിട്ട് നിങ്ങൾ ഇനാക്റ്റീവായിട്ട് നിൽക്കുക എന്നുള്ളത് നല്ല കാര്യമല്ലല്ലോ. സോ ആക്റ്റീവായിട്ട് നിന്ന് ചെയ്യാൻ നോക്കുക. ഓക്കെ, അങ്ങനെ അത്രയൊക്കെ തന്നെ ഇപ്പോൾ എനിക്ക് പ്ലേസ്മെന്റ് പ്രിപ്പറേഷൻസിനെ പറ്റി പറയാനുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ CGPA കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് മൊത്തത്തിൽ പറയാനും പറ്റില്ല. ഇമ്പോർട്ടൻറ്റും ആണ്. പഠിക്കുക തന്നെ ചെയ്യണം എന്തായാലും. കാര്യം ഈ ചില കമ്പനീസ് ഒന്നും സപ്ലി ഉണ്ടെങ്കിലൊന്നും ചില കമ്പനീസ് വിളിക്കില്ല. പിന്നെ ഇത്ര പെർസെൻറ്റേജിൽ കൂടുതലുള്ളവരെ മാത്രം എടുക്കുന്ന കമ്പനീസ് ഉണ്ട്. അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട്. എന്നാലും ഒരു മിനിമം മാർക്കും കാര്യങ്ങളൊക്കെ എന്തായാലും വേണം. ഭയങ്കര ഹൈ CGPA കിട്ടിയില്ലെങ്കിലും, ഹൈ CGPA കിട്ടിയാലും നല്ലതാട്ടോ. കാര്യം ഇപ്പൊ എൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഒരു കുട്ടി CGPA ബേസിൽ മാത്രം NIT കാലിക്കട്ട് പഠിക്കുന്നുണ്ട്. കാര്യം നമുക്ക് CGPA വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും. ഗേറ്റ് ഇല്ലാണ്ട് CGPA വെച്ചിട്ട് ഹയർ സ്റ്റഡീസ് ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ അങ്ങനെ NITസിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇന്റർവ്യൂസും കാര്യങ്ങളും ഉണ്ടാവും. കുറേ ഇതുണ്ട്, വേക്കൻസിയും കുറവായിരിക്കും. എനിക്ക് തോന്നുന്നു 2-3 വേക്കൻസി ഒക്കെ ഉണ്ടാവുള്ളൂ. കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. ബട്ട് സ്റ്റിൽ ആ CGPA വെച്ചിട്ടാണ് അവനിപ്പോൾ അപ്ലൈ ചെയ്തിട്ട് NIT കാലിക്കറ്റിൽ കിട്ടിയത്. സോ അങ്ങനെ നല്ല ഓപ്ഷൻസും CGPA വെച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പോ CGPAയിലൊന്നും കാര്യമില്ല എന്ന് പറയുന്നത് അത്ര ശരിയല്ല. അങ്ങനെ അതും പറയണ ഭയങ്കര CGPA കിട്ടിയില്ല എന്നുള്ളൊരു വിഷമൊന്നും വേണ്ട. ഇപ്പൊ പ്ലേസ്മെന്റ് കിട്ടാൻ അങ്ങനെ ഭയങ്കര CGPA വേണമെന്നില്ല. നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്ലേസ്മെന്റിന് മെയിൻ ആയിട്ട് വേണ്ടത്. ഓക്കെ, അത്രയൊക്കെ തന്നെ ഇപ്പോൾ പ്ലേസ്മെന്റ് പ്രിപ്പറേഷൻസിനെ പറ്റി പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ക്ലിയർ ആക്കണം എന്നുണ്ടോ ആർക്കെങ്കിലും?
നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. ഞാൻ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കൊന്നും വേണ്ട. ഞാനിപ്പോ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയ ഒരു 2 years ഒക്കെ ആവുന്നേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരോ ഇന്റർവ്യൂ ടൈമിൽ കോഡിങ്ങിന്റെ റൗണ്ട്? അതാ പറഞ്ഞ കോഡിംഗ് റൗണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ക്വസ്റ്റ്യൻസ് കാര്യമായിട്ട് ഓർമ്മയില്ല. ആപ്റ്റിറ്റ്യൂഡില് ടെസ്റ്റ് എക്സാം ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് കുറെയൊക്കെ ഇങ്ങനെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉള്ള ടൈപ്പ് ആയിരുന്നു. അതായത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ. ഇവരൊരു കോഡിംഗ് ക്വസ്റ്റ്യൻസ് ഇപ്പൊ എന്തെങ്കിലും സോർട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും വല്ല സീരീസ് റിലേറ്റഡ് ഒക്കെ ആയിരുന്നു കൂടുതലും. അതിൽ ജസ്റ്റ് എന്താ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ അവരൊരു ഡാഷ് ഉണ്ടാവും, അതിൽ നമ്മൾ എന്താ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിനകത്ത് ഏതാന്നുള്ളത് സെലക്ട് ചെയ്യാം. ആ ടൈപ്പ് ആയിരുന്നു എനിക്ക് ആപ്റ്റിറ്റ്യൂഡിൽ ഉണ്ടായിരുന്നത്. ലൈക്ക് ആപ്റ്റിറ്റ്യൂഡ് റൗണ്ടും ടെക്നിക്കൽ ടെസ്റ്റ് ഉള്ള ആ റൗണ്ടിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഇന്റർവ്യൂവിനായപ്പോ എന്താ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് കുറച്ച് മാത്സും ആപ്റ്റിറ്റ്യൂഡും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആള് ചോദിക്കും, നമുക്കൊരു പേപ്പർ തരും, നമ്മളപ്പം തന്നെ ചെയ്ത് പറഞ്ഞ് ആളോട് പറയണം. അങ്ങനെ പിന്നെ കോഡിംഗ് ക്വസ്റ്റ്യൻ എന്നുള്ളത് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എനിക്ക് ചെയ്യാൻ. അതും ഈ പറഞ്ഞ പോലെ സീരീസ് റിലേറ്റഡ് തന്നെയായിരുന്നു, സോർട്ടിങ് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു രണ്ടും. അത് ഏത് ലാംഗ്വേജ് ആണെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് കുറച്ചും കൂടെ കോൺഫിഡന്റ് ആയിട്ടുള്ളത് പൈത്തൺ ആയതുകൊണ്ട് ഞാൻ പൈത്തൺ വെച്ചിട്ടായിരുന്നു അന്ന് ചെയ്തത്. അങ്ങനെ പിന്നെ പറയാൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോ നമ്മൾ ഇപ്പൊ പ്ലേസ്മെന്റ് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഞാൻ പറയില്ലേ ഇപ്പൊ ക്യൂബേഴ്സിലാണെങ്കിൽ പോലും ഇപ്രാവശ്യം എടുത്തിട്ട് ലാസ്റ്റ് അവർ എടുക്കാണ്ടിരുന്നിട്ടുണ്ട്. സോ ഒരു പ്ലേസ്മെന്റ് കിട്ടിയെന്ന് വെച്ചിട്ട് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്ത് നിർത്തരുത്. കാര്യം നിങ്ങളിപ്പോ ജോബ് തന്നെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും വേറൊരു കമ്പനിയും കൂടെ നോക്കുക. കുറഞ്ഞതൊരു 2 കമ്പനിയെങ്കിലും പ്ലേസ്മെന്റ് കിട്ടി എന്നുള്ളൊരു ഉറപ്പ് വരുത്തിയാൽ കുറച്ച് സേഫ് ആയിരിക്കും. കാര്യം ഈ പറഞ്ഞ പോലെ അവസാനം ഇപ്പോ നോക്ക്, ഇപ്പോ ക്യൂബേഴ്സിൽ ഇപ്പൊ എടുത്ത പിള്ളേർ തന്നെ 1 year വെയിറ്റ് ചെയ്തു. അവരൊക്കെ എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുമായിരുന്നു, എന്താ കമ്പനിയിൽ എടുക്കാണ്ടിരിക്കുവോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ ഞാനും വിചാരിച്ചിരുന്നത് ലൈക്ക് ഇതുവരെയും ക്യൂബേഴ്സ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എല്ലാവരും എടുത്തിട്ടുണ്ട്. അങ്ങനെ അതെനിക്കാണെങ്കിൽ പോലും ഞാൻ ജൂലൈ പാസ് ഔട്ടായി 2023 സെപ്റ്റംബറിൽ തന്നെ ഞാൻ കയറിയിട്ടുമുണ്ട്. അപ്പോൾ എല്ലാ പ്രൊസീജിയേഴ്സും ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ ഈ വർഷം എടുത്തിട്ടില്ല, ഒറ്റ ബാച്ചിനെ എടുത്തിട്ട് നമ്മുടെ കോളേജിൽ നിന്നല്ല ഒരു ബാച്ചിനെയും ജൂനിയേഴ്സിനെ എടുത്തിട്ടില്ല ഈ വർഷം. അപ്പൊ എന്താ വെച്ചാല് അങ്ങനെ കുറച്ച് നമുക്ക് പറയാൻ പറ്റില്ല, ഒന്നും പ്രഡിക്റ്റബിൾ അല്ലല്ലോ നമുക്ക്. പിന്നെ ഒന്നും പറയാൻ പറ്റില്ല, അവരെടുത്തില്ല എന്റെ വർഷം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആരോടും കംപ്ലൈന്റ് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ പോയത്. സോ ഒരു 2 കമ്പനിയെങ്കിലും കിട്ടിയെന്ന് ഉറപ്പ് വരുത്തുക. ലൈക്ക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്കൊന്നും ചെയ്യാനില്ല, എന്നാലും ജസ്റ്റ് ട്രൈ ചെയ്യുക. നമ്മൾ ട്രൈ ചെയ്യാണ്ട് കിട്ടിയില്ല എന്നുള്ളൊരു ഇതുണ്ടാവരുത്. അപ്പൊ ഒരു 2 കമ്പനിയെങ്കിലും നോക്കാം. കുറേ കമ്പനീസ് ഇപ്പൊ ചിലവരുണ്ടാവും ഹയർ സ്റ്റഡീസ് ആണെന്ന് ഉറപ്പായിരിക്കും പോകുന്നത്, ബട്ട് സ്റ്റിൽ അവര് പ്ലേസ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ മീൻസ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസ് ആണ് നിങ്ങൾ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ പ്ലേസ്മെന്റ് ഇരിക്കാണ്ടിരിക്കുക. കാര്യം അത് വേറെ കുട്ടികളുടെ ജസ്റ്റ് ഒരു ചാൻസ് പോകുന്ന പോലെ അല്ലേ. എനിക്കറിയില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇപ്പൊ ഇന്റർവ്യൂ എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ ചിലവർക്ക് ഉണ്ടാവും. അങ്ങനെയാണെങ്കിലും എന്നാൽ ഒരു ഇന്റർവ്യൂയോ കാര്യങ്ങളോ അറ്റൻഡ് ചെയ്യുക. അങ്ങനെ എല്ലാം ഇരുന്ന് പിന്നെ അറ്റൻഡ് ചെയ്യാണ്ടിരിക്കുക അല്ലെങ്കിൽ പിന്നെ പോവാണ്ടിരിക്കുക, അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ എന്റെ ഇയറിൽ തന്നെ ഇപ്പൊ ക്യൂബേഴ്സിൽ ആകെ 4 പിള്ളേരെ ഞാൻ അടുത്തേ പറഞ്ഞില്ലേ, 4 കുട്ടികളിലും 2 കുട്ടികളോളം എനിക്ക് തോന്നുന്നു ഹയർ സ്റ്റഡീസിനാ പോയത്, 2 പേരെ കയറിയിട്ടുള്ളൂ. അപ്പോൾ ഹയർ സ്റ്റഡീസ് ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്ലേസ്മെന്റ്സ് അറ്റൻഡ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം എന്താ വെച്ചാല് ഇപ്പൊ ചില കമ്പനീസ് ചിലപ്പോൾ ഒരാളെ എടുക്കുന്നുണ്ടാവുള്ളൂ, ആ ഒരാള് പിന്നെ ഹയർ സ്റ്റഡീസിന് പോയാൽ അവര് ആ കമ്പനിയിൽ കയറില്ല. അപ്പൊ നെക്സ്റ്റ് ഇയർ എന്താ വെച്ചാൽ ഈ പറഞ്ഞ കമ്പനി ചിലപ്പോൾ നമ്മുടെ കോളേജിൽ വരണം എന്നില്ല. കാര്യം ഇവിടുന്ന് പിള്ളേർ എടുത്തിട്ട് ഇവരാരും വരുന്നില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും അവർക്ക്. അപ്പൊ അവര് ചിലപ്പോൾ നെക്സ്റ്റ് ഇയർ പ്ലേസ്മെന്റിന് ചിലപ്പോൾ വരില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെ ലൈക് നെക്സ്റ്റ് ജനറേഷനും അത് ബാധിക്കല്ലേ. അപ്പൊ നമ്മള് ഹയർ സ്റ്റഡീസ് ആണ് അല്ലെങ്കിൽ പ്ലേസ്മെന്റ് ട്രൈ ചെയ്യുന്നില്ല, സ്റ്റാർട്ടപ്സോ കാര്യങ്ങളൊക്കെ ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ അധികം പ്ലേസ്മെന്റ്സിലൊന്നും ഇരിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇരിക്കണമെങ്കിൽ ഇരിക്കാം. അങ്ങനെ അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, ചാറ്റിൽ നമ്മൾ കോളേജിൽ വരുന്ന കമ്പനീസ് ഒക്കെ ഓക്കെ 1 minute. ക്രൈറ്റീരിയ ആയിട്ട് മിനിമം എത്ര CGP ആണ് വെക്കുന്നതെന്ന് പറയാൻ ചോദിച്ചത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരു 60% ആണെന്ന് തോന്നുന്നു. അത് ഡിപ്പെൻസ് ഓൺ കമ്പനിയാണ്. ചിലവരങ്ങനെ പറയണം എന്നില്ല, ചിലവർ ഈ പറഞ്ഞ പോലെ CGPA പറയും, ചിലവര് സപ്ലി പാടില്ല എന്ന് പറയും, ചിലരെല്ലാരും അങ്ങനെ നോക്കില്ല. ഇപ്പോ
എനിക്ക് തോന്നുന്നു കോഗ്നിസെന്റ് ഒക്കെ വന്നപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ക്രൈറ്റീരിയാസ് ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കോഗ്നിസെന്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ കോഗ്നിസെന്റ് ആണെങ്കിൽ പോലും 1 ഇയർ കഴിഞ്ഞിട്ടാ പിള്ളേരൊക്കെ എടുത്തത്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ സീനിയർ ബാച്ചിനെ എടുത്തിട്ടില്ല എന്നൊക്കെയാണ് കേട്ടത്, എനിക്കറിയില്ല. ഞങ്ങള് എക്സാം അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ പറയണ്ടായിരുന്നു സീനിയർ ബാച്ചിനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല, 1 ഇയർ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കേട്ടു, എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളുടെ ബാച്ചിലെ പിള്ളേരെ 1 ഇയർ അവർ വെയിറ്റ് ചെയ്യിപ്പിച്ചു, ബട്ട് എടുത്തു കോഗ്നിസെന്റിൽ. ഞാൻ അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ ക്യൂബേഴ്സിറ്റി അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സാം. പിന്നെ ക്യൂബേഴ്സിറ്റി കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ കോളേജിൽ അങ്ങനെ IT വേറെ മീൻസ് നല്ല പാക്കേജ്, ഇതിലും നല്ല പാക്കേജ് വന്നില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇലക്ട്രോണിക്സ് വന്നിട്ടുണ്ടായിരുന്നു 2 കമ്പനി എന്തോ, IT പിന്നെ വേറെ വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാ തോന്നുന്നത്. അപ്പൊ ഞാൻ 2 കിട്ടിയല്ലോ, ക്യൂബേഴ്സിറ്റി പിന്നെ അത്യാവശ്യം നല്ല കമ്പനി ആയതുകൊണ്ട് ഞാൻ വേറെ അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നില്ല. 2 കിട്ടിയോണ്ട് ഞാൻ പിന്നെ നിർത്തിയായിരുന്നു. അങ്ങനെ അപ്പോൾ CGPA അങ്ങനെ ഭയങ്കര ഒരു വിഷയമല്ല ശരിക്കും പറഞ്ഞാൽ. ചില കമ്പനീസ് ആണ് ഇങ്ങനെ ചോദിക്കുക, അവർക്കൊരു മിനിമം ചിലപ്പോൾ 50-60% ഒക്കെ ചിലപ്പോൾ അവർ പറയുമായിരിക്കും. അങ്ങനെ അപ്പൊ ഒരു മിനിമം മാർക്ക് എന്തായാലും വാങ്ങാൻ നോക്കുക. എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് നമ്മൾ ചില്ല് ചെയ്ത് നടന്ന് കോളേജ് ലൈഫ് അങ്ങോട്ട് എൻജോയ് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് 4th ഇയർ ആകുമ്പോഴായിരിക്കും അറിയാം അയ്യോ ഒന്നും ആയില്ലല്ലോ എന്നുള്ളൊരു ഫീല് വരാം. അപ്പൊ അങ്ങനെ വരാണ്ടിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. എന്നുവെച്ചാൽ ഭയങ്കര ടെൻഷൻ അടിച്ചൊക്കെ നോക്കണം എന്നല്ല ഞാൻ പറഞ്ഞു വന്നേ, ബട്ട് സ്റ്റിൽ നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കണല്ലോ. ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല, ഇപ്പൊ ആക്ച്വലി നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. ഒന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എനിക്ക് എന്റെ ബാച്ച് വെച്ചിട്ടാട്ടോ ഞാൻ പറയുന്നത്. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്കില്ലുള്ളൊരു കുട്ടി തന്നെയായിരുന്നു. കാര്യം എന്നെക്കാളും ഞാൻ തന്നെ വിചാരിക്കാറുണ്ട് ഓക്കെ അവന് ഭയങ്കര കോഡിങ് സ്കിൽസ് ആണ്, ഓക്കെ എന്തായാലും കിട്ടും എന്നൊക്കെ ഉള്ളത് നമ്മൾ വിചാരിക്കും. ബട്ട് സ്റ്റിൽ അവൻ അന്ന് ക്യൂബേഴ്സിറ്റിന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് കുറെ ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടാ ഒരു കമ്പനിയിൽ കിട്ടിയത് തന്നെ. സോ അത്ര സ്കില്ലുണ്ടായിട്ടും ആ കുട്ടിക്ക് കിട്ടാൻ അത്ര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ലൈക്ക് നമ്മൾ ട്രൈ ചെയ്യാതിരുന്നിട്ട് പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ, റിഗ്രറ്റ് ആയിട്ട് കാര്യമില്ല. അപ്പോൾ മാക്സിമം ട്രൈ ചെയ്യുക. കിട്ടിയില്ലെങ്കിൽ പോട്ടെ, നോക്കാം, വേറെ വഴി ഉണ്ടാവും എന്തെങ്കിലും. നമ്മൾ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കോഴ്സസ് കുറേ അവൈലബിൾ ആണ്. ഇപ്പം എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ തന്നെ എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരും ഒക്കെ കുറെ കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് അവരുടെ തന്നെ പ്ലേസ്മെന്റ്സും കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. ഈ പറഞ്ഞ കോഴ്സ് കഴിഞ്ഞിട്ട് നല്ല പ്ലേസ്മെന്റ്സ് ഒക്കെ തന്നെയാണ് അവിടെ ഉണ്ടാവാറ്. അപ്പൊ അങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ട് നോക്കാവുന്നതേ ഉള്ളൂ. അല്ലാണ്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാനൊന്നും പോണില്ല. പക്ഷെ ബട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ CGPA കാര്യത്തിലാണെങ്കിലും കുറച്ചൊക്കെ പഠിക്കുക. മൊത്തം നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് കളയാണ്ടിരിക്കുക. ലൈക്ക് 4 വർഷം ഓക്കെ, ആദ്യത്തെ ഒരു 3 വർഷം നമ്മൾ എൻജോയ് ചെയ്താലും 4th ഇയറിലെങ്കിലും കുറച്ച് പഠിച്ച് ഒന്ന് എല്ലാ CGPA ഒക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ നോക്കുക. മാക്സിമം സപ്ലൈ ഒക്കെ വാങ്ങാണ്ടിരിക്കാൻ ശ്രമിക്കാം. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? പിന്നെ പറഞ്ഞ ഇന്റേൺഷിപ്സ് ആണെങ്കിലും നിങ്ങൾ നല്ല ഇന്റേൺഷിപ്സ് ഒക്കെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് നോക്കുക. IT റിലേറ്റഡ് ആണെങ്കിൽ IT നല്ല ഇന്റേൺഷിപ്സ് ഒക്കെ ചെയ്യാം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിപ്പോ സിലബസിൽ അത് കമ്പൽസറിയും കൂടെ ആയതുകൊണ്ട് നോർമൽ ഒരു ഇന്റേൺഷിപ്പ് ചെയ്തു എന്ന് വെച്ചിട്ട് വലിയൊരു ഡിഫറൻസ് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവരും ചെയ്യുന്നു, നിങ്ങളും ചെയ്യുന്നു, ആ ഒരു ഫീലേ ഉണ്ടാവുള്ളൂ. ഞങ്ങളുടെ കേസിലൊക്കെ ശരിക്കും ഞങ്ങൾക്ക് ഇന്റേൺഷിപ്സ് ഒന്നും സിലബസിൽ കമ്പൽസറി ആയിരുന്നില്ല. നമ്മൾ ചെയ്ത അതൊരു പ്ലസ് പോയിന്റ് ആയിരുന്നു നല്ലതാണെങ്കിൽ. അങ്ങനെ അപ്പൊ ഞാൻ ചെയ്തത് ശരിക്കും ഞാൻ ഇലക്ട്രോണിക്സ് ആയതുകൊണ്ട് ഞാൻ ഓൾ ഇന്ത്യ റേഡിയോയിലായിരുന്നു ഇന്റേൺഷിപ്പ് ചെയ്തത്, നമ്മുടെ കോഴിക്കോടുള്ളത് തന്നെ. അങ്ങനെ IT റിലേറ്റഡ് അല്ല ഞാൻ ചെയ്തത്, ഞാൻ EC ആയതുകൊണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഫസ്റ്റ് CSD ബാച്ച് ആണോ കോളേജിലെ, അല്ലേ? ഓക്കെ, സോ അത്രയൊക്കെ ഉള്ളൂ. കോഡിങ് സ്കിൽസ് ഈ പറഞ്ഞ പോലെ നമ്മുടെ കോളേജിൽ പഠിപ്പിക്കുന്നതിലൊരു എത്ര പോയാലും ഒരു ലിമിറ്റ് ഉണ്ട്. അതിൽ കൂടുതൽ എന്തായാലും നമുക്ക് ആ കാര്യമായ നോളേജ് ഒക്കെ കോളേജ് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല, ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. എന്നാലും കുറച്ചൊക്കെ നമ്മൾ എക്സ്ട്രാ കുറച്ചൊക്കെ ഒന്ന് പഠിച്ച് പ്രിപ്പയർ ചെയ്യാൻ നോക്കണം. കോഡിങ് ആണെങ്കിലും എന്താണെങ്കിലും. കാര്യം കോമ്പറ്റീഷൻ കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യണമല്ലോ, എന്നാലല്ലേ അത് നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ഇപ്പൊ ബാക്കി മെക്കാനിക്, എനിക്ക് എൻ്റെ കമ്പനിയിൽ തന്നെ എൻ്റെ ലീഡായിരുന്ന പുള്ളിക്കാരൻ മെക്കാനിക്കലായിരുന്നു. ഞാൻ തന്നെ ഞെട്ടിപ്പോയോ, മെക്കാനിക്കൽ എടുത്തിട്ട് IT കയറി അത്യാവശ്യം കുറെ ഇയേഴ്സ് തന്നെ എക്സ്പീരിയൻസും ആയി എന്നൊക്കെ. അപ്പോൾ ഏത് ബ്രാഞ്ച് ആണെങ്കിലും പ്രശ്നമില്ല, നിങ്ങളത്
ട്രൈ ചെയ്യണ പോലെ ഇരിക്കും. പ്രിപ്പയർ ചെയ്യുക കുറച്ച്, മേ ബി ഈ CSD പഠിക്കുന്ന കുട്ടികളെക്കാളും കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. നോൺ സർക്യൂട്ടിലായിട്ടുള്ള മറ്റേ മെക്ക് സിവിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യാൻ കുറച്ചും കൂടെ പാടായിരിക്കും. മേ ബി മീൻസ് നിങ്ങൾക്ക് അത്ര ഒരു കോഡിങ്ങിൽ ഒരു ഇതില്ലെങ്കിൽ, നോളേജ് കുറവാണെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. ബട്ട് ഇമ്പോസിബിൾ അല്ല, പഠിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഭയങ്കര പാടൊന്നുമല്ല. അതുമല്ല, ഈ പറഞ്ഞ പോലെ അവരും, നിങ്ങളിപ്പോ കോളേജിൽ വരുമ്പോൾ അവർക്കും അറിയാം നിങ്ങൾ ഇപ്പൊ എന്താ പാസ് ഔട്ട് ആയ പിള്ളേരാണ്, തേർഡ് ഇയർ ആണ് എന്നൊക്കെ ഉള്ളത് അവർക്കും അറിയാം. അപ്പൊ അവരും ഈ പറഞ്ഞ പോലെ ഭയങ്കര വലിയ ക്വസ്റ്റ്യനും നിങ്ങളെ വിഷമിപ്പിക്കണം അത്ര വലിയ ക്വസ്റ്റ്യൻ ഒന്നും ആരും ചോദിക്കൊന്നുമില്ല. അവർക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട് നിങ്ങളെ പറ്റി. അപ്പൊ നിങ്ങൾ അത്ര അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അറിയണ പോലെ കുറച്ചൊക്കെ പറയാ, കുറച്ചൊക്കെ പ്രിപ്പയർ ചെയ്യാ. തീരെ പ്രിപ്പയർ ചെയ്യാണ്ട് പോയിരുന്നിട്ട് കിട്ടിയില്ല എന്ന് പറയണത് അതൊരു എന്താ ഒരു പോയിന്റ് അല്ലല്ലോ. നമ്മൾ പ്രിപ്പയർ ചെയ്യാ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ചേച്ചി, ഈ ഇന്റേൺഷിപ്സ് ചെയ്യണം എന്നുള്ളത് കമ്പൽസറി ആണോ? ചേച്ചി ചെയ്തിട്ടുണ്ടായിരുന്നു. അതാ പറഞ്ഞ, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സിലബസിൽ കമ്പൽസറി ആണെന്ന് ഇങ്ങനെ ആരോ പറഞ്ഞു കേട്ടു. ഞങ്ങൾക്ക് കമ്പൽസറി ആയിരുന്നില്ല. പക്ഷെ ഞാൻ മീൻസ് എന്റെ ബാച്ചിൽ ഞങ്ങൾ കുറച്ച് ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ കൂടി ഒരുമിച്ച് പോയി എന്താ ഓൾ ഇന്ത്യ റേഡിയോയിൽ അവർക്ക് ഇങ്ങനെ അപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തിട്ടാ നമുക്ക് 5 days എന്തോ ആയിരുന്നു ഇന്റേൺഷിപ്പ്. കാര്യം ഞങ്ങൾക്ക് അത് കമ്പൽസറി ആയിരുന്നില്ല. ഞങ്ങൾക്ക് മീൻസ് എടുത്താൽ നല്ലത്, അങ്ങനെ ഒരു ഇതേ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ നെക്സ്റ്റ് ഇറങ്ങുന്ന എന്താ നിങ്ങൾക്കത് സിലബസ് ഇതല്ലേ, ലൈക്ക് നെസസറി ആയിട്ട് എഴുതിയിട്ടില്ല അവര്? എനിക്കറിയില്ല കേട്ടോ. കമ്പൽസറി അല്ലെങ്കിൽ 2019 ബാച്ച് തന്നെ വരുന്നത്. ഓക്കെ എന്നാ കമ്പൽസറി അല്ലെങ്കിൽ കുഴപ്പമില്ല. എന്നാലും എടുത്താല് നല്ലത്. ഈ പറഞ്ഞ പോലെ CV എഴുതാൻ നമുക്ക് എന്തെങ്കിലും വേണമല്ലോ. ശരിക്കും പറഞ്ഞാൽ CV എഴുതി വരുമ്പോ നിങ്ങൾക്ക് അറിയാം അതിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും ഫില്ല് ചെയ്യാൻ പോയിന്റ്സ് കുറവായിരിക്കും. എത്രയൊക്കെ നമ്മൾ എന്താ ചെയ്തു. ഇപ്പൊ എനിക്ക് IEEE കാര്യങ്ങൾ ഉണ്ടായിട്ടാണ് പിന്നെയും ഫില്ല് ചെയ്യാൻ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ തന്നെ ആലോചിച്ചിരുന്നു, ഓക്കെ എനിക്ക് ഇപ്പൊ IEEEയോ ഇതിന്റെ പ്രോജക്ട്സ് ഒന്നും എഴുതാനില്ലെങ്കിൽ ഞാൻ എന്താ എഴുതാന്നുള്ളൊരു ഫീൽ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ കുറച്ച് എന്തെങ്കിലുമൊക്കെ CV ഫില്ല് ചെയ്യാനും ഈ പറഞ്ഞ പോലെ ഇന്റർവ്യൂലൊക്കെ നമുക്ക് പറയാൻ കാര്യങ്ങൾ വേണ്ടേ. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ഇന്റേൺഷിപ്സോ നല്ല ഇന്റേൺഷിപ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കുക. ഈ പറഞ്ഞ പോലെ ലിങ്ക്ഡിനിലോ അവിടെ ഇവിടെയൊക്കെ സെർച്ച് ചെയ്താൽ കുറെയൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കിയാൽ മതി. കുറെയൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടും നല്ലതൊക്കെ. ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ടോ, വലിയ ഉപയോഗമുണ്ടോ? അതാ പറഞ്ഞു, ഉപയോഗം എന്ന് പറയുന്നത് നിങ്ങൾ നല്ല ഇന്റേൺഷിപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് അത് സെം ബ്രേക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ചധികം ടൈം കിട്ടും, ഡേയ്സ് കൂടുതലായിരിക്കും. ആ ടൈമിലൊക്കെ നല്ല ഇന്റേൺഷിപ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഗവൺമെന്റിന്റെ ഒക്കെ തന്നെ കുറെ ഇന്റേൺഷിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ റിസർച്ച് ചെയ്താല് അങ്ങനത്തെ നല്ല ഇന്റേൺഷിപ്പ് ചെയ്യുകയാണെങ്കിൽ ഒന്നാമത് നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ആവും. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല ഇന്റേൺഷിപ്സ് ആണെങ്കിൽ അത് ഒരു പ്ലസ് പോയിന്റ് അല്ലേ. നിങ്ങളിപ്പോ ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോഴും എന്തിനാണെങ്കിലും അതൊരു പ്ലസ് പോയിന്റാ. സ്കില്ല് ഡെവലപ്പ് ആവുന്നതാണ് മെയിൻ കാര്യം. എങ്ങനെ പോയാലും ഇപ്പൊ നമ്മൾ കോളേജിൽ നിന്ന് ഇപ്പൊ ഇപ്പൊ ഞാന് കോളേജിൽ നിന്ന് പഠിച്ച കോഡിങ്ങും കാര്യങ്ങളേ അല്ല ഇപ്പൊ ഞാൻ കമ്പനിയിൽ കയറി വർക്ക് ചെയ്യുമ്പോൾ. കാര്യം അത് ഡിഫറെന്റ് ആയിരിക്കും. അത് നമ്മളൊരു എന്താ റിയൽ ലൈഫ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയൽ ഇതിൽ ഇറങ്ങി ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഓക്കെ ഡിഫറെന്റ് ആണ് എന്നുള്ളൊരു കാര്യം. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇന്റേൺഷിപ്സ് ആണെങ്കിലും എന്താ നിങ്ങളൊരു ഇൻഡസ്ട്രിയൽ ഇതിലല്ലേ ചെയ്യുന്നത്. അപ്പൊ അത് എന്തായാലും ആ ഒരു എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങൾ നോർമൽ കോളേജിൽ പഠിച്ച കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല അവിടെ. നല്ല ഇന്റേൺഷിപ്സ് ആണെങ്കിൽ കേട്ടോ. ചില ഇന്റേൺഷിപ്സ് ഉണ്ട് വെറുതെ ഒരു 2 ദിവസം വെറുതെ അവരുടെ ക്ലാസ് കേട്ട് പോരുന്ന ടൈപ്പ് ഇന്റേൺഷിപ്സ് ഉണ്ട്. അതിനെ കൊണ്ട് വലിയ ഡിഫറൻസ് ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. നല്ല ഇന്റേൺഷിപ്സ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ അത് ശരിക്കും നല്ല തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനാണെങ്കിലും നല്ലതായിരിക്കും. പിന്നെ ഈ പ്രോജക്ട് ഷോക്കേസ് ഇപ്പൊ ലൈക്ക് ആപ്പ് ഡെവലപ്മെന്റ് ആയാലും ഇപ്പൊ സൈബർ സെക്യൂരിറ്റി വേറെ ഏതെങ്കിലും പ്രോജക്റ്റ് ആയാലും നമ്മൾ സ്വന്തമായിട്ട് ഒരു പ്രോജക്ട് ചെയ്തിട്ട് ലിങ്ക്ഡിനിലൊക്കെ ഷോക്കേസ് ചെയ്യുന്നതാണോ നല്ലത്, അതോ കോഴ്സ് അങ്ങനെ അറ്റൻഡ് ചെയ്ത് സർട്ടിഫിക്കേഷൻ വെക്കുന്നതാണോ നല്ലത്? പ്രോജക്ട് ഷോക്കേസ് ചെയ്യുന്നതായിരിക്കും ഇതിൽ കൂടെ നല്ലത്. എന്തായാലും പ്രൊജക്ട്സ് ആയിരിക്കും നല്ലത്. കാര്യം അത് നിങ്ങൾ ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ. നിങ്ങൾ നിങ്ങളുടെ സ്കിൽസ് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രൊജക്ട്സ് എന്ന് പറയുന്നത് അത് ഭയങ്കര നല്ലൊരു പ്ലസ് പോയിന്റ് തന്നെ ആയിരിക്കും. കോഴ്സ് ചെയ്യാന്നുള്ളത് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ പ്രൊജക്ട്സ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ ഐഡിയ, നമ്മുടെ സ്കിൽസ് വെച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതെന്തായാലും നല്ലൊരു പ്രൊജക്റ്റ് ആണെങ്കിൽ എന്തായാലും പ്ലസ് പോയിന്റ് ആയിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മേ ബി ഈ പറഞ്ഞ പോലെ പ്രൊജക്ട്സ് ചെയ്യാനോ പറ്റണം എന്നില്ല. എല്ലാവർക്കും ഇപ്പോൾ ഒരേ കഴിവും കാര്യങ്ങളും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നല്ല കോഴ്സുകൾ ചെയ്യാൻ പറ്റും.
അത് ഞാൻ പറഞ്ഞേ, ഇപ്പോൾ സ്കില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊജക്ട്സ് ചെയ്യുന്നത് തന്നെയാണ് ബെസ്റ്റ്. കോഴ്സ് ചെയ്യണം എന്നല്ല ഞാൻ പറയാം. എന്തായാലും നിങ്ങൾ പ്രൊജക്ട്സോ എന്തെങ്കിലും മിനി പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക. അത് എന്തായാലും പ്ലസ് പോയിന്റ് തന്നെയാണ്. പിന്നെ പറഞ്ഞ പോലെ പറ്റില്ല അങ്ങനെ ചെയ്യാൻ, അത്ര സ്കില്ലില്ല, സ്കില്ല് ഡെവലപ്പ് ചെയ്താലേ പറ്റുള്ളൂ എന്നുള്ള ആൾക്കാർക്കാണ് ഈ പറഞ്ഞ പോലെ നല്ല കോഴ്സസ് അവൈലബിൾ ആണ്. പറഞ്ഞാൽ AWSന്റെ കോഴ്സൊക്കെ ശരിക്കും നല്ല കോഴ്സാ. ഇപ്പൊ ഞാൻ പറയില്ല, എന്റെ കമ്പനിയിൽ തന്നെ എടുക്കാൻ പറയുന്നുണ്ട് പിള്ളേരോടൊക്കെ, ഇങ്ങനെ എല്ലാവരോടും AWSന്റെ സർട്ടിഫിക്കേഷൻസ് എടുക്കണം എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനത്തെ സർട്ടിഫിക്കേഷൻ എടുക്കാന്നുള്ളത് നല്ലതാ. അത് അത്യാവശ്യം വലിയ കോഴ്സാണ്, എനിക്ക് തോന്നുന്നു പേയ്മെന്റും ഉണ്ട്. അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ NPTEL ഒക്കെ കോഴ്സ് അവൈലബിൾ ആണ്, സ്വയം എന്നൊക്കെ പറഞ്ഞിട്ട്. അവരുടെയും ഈ പറഞ്ഞ പോലെ പേയ്മെന്റും കാര്യങ്ങളും ഉണ്ട്. എനിക്ക് തോന്നുന്നു പാസ്സായാൽ നമുക്കത് റിട്ടേൺ കിട്ടും, റീഫണ്ട് ചെയ്യും അവര്. അങ്ങനത്തെ കോഴ്സും അവൈലബിൾ ആണ്. ഈ AWS കോഴ്സ് എന്താ സാധനം? അത് ഈ ക്ലൗഡ് റിലേറ്റഡ് ആണ്. അത് നിങ്ങൾക്ക് കുറച്ച് എന്താ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. AWSന്റെ സർട്ടിഫിക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്താൽ അതിന്റെ കോഴ്സ് അവൈലബിൾ ആ. ലൈക്ക് ഈ കൂടുതലും അത് ഡാറ്റ എഞ്ചിനീയറിംഗ് സൈഡിലുള്ളതാണ് ആ കോഴ്സുകളൊക്കെ. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും സംഭവം. ഞാൻ പറ്റിയാൽ ലിങ്ക് ഷെയർ ചെയ്യാൻ നോക്കാം. ഫിദയ്ക്കോ ആർക്കെങ്കിലും ഞാൻ വേണമെങ്കിൽ ലിങ്ക് നോക്കിയിട്ട് ഷെയർ ചെയ്യാൻ നോക്കാം കോഴ്സിന്റെ, നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അത് പക്ഷേ എനിക്ക് ഇതറിയില്ല, പേയ്മെന്റിന്റെ സംഭവം ഇനിയിപ്പോ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് പേയ്മെന്റ് കുറവാണ്, അതെനിക്ക് കറക്റ്റ് അറിയില്ല. പേയ്മെന്റിന്റെ സംഭവം ഒരു അറൌണ്ട് 10K 12K എന്തോ ഉണ്ട് അതിന്, ആ കോഴ്സിന്. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എക്സാം പാസ്സായാൽ റീഫണ്ട് കിട്ടും. ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഞാൻ ഒന്ന് നോക്കിയിട്ട് റെഫർ ചെയ്തിട്ട് ലിങ്ക് അയച്ചു തരാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ക്യൂബേഴ്സിൽ ഇന്റേൺഷിപ്പിന് എടുക്കുന്നുണ്ടോ? ഇല്ലില്ല, ക്യൂബേഴ്സിൽ ഇന്റേൺഷിപ്സ് ഒന്നും എടുക്കുന്നില്ല. ക്യൂബേഴ്സിൽ ഇതുവരെ എടുത്തിട്ടില്ല, ഇപ്പോഴും എടുക്കുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അറിവ്. അങ്ങനെ എല്ലാ കമ്പനീസും അങ്ങനെ ഇന്റേൺഷിപ്സ് എടുക്കലില്ല. അത് നിങ്ങൾ എന്താ അവരെ കോണ്ടാക്ട് ചെയ്ത് തന്നെ നോക്കേണ്ടി വരും ചില കമ്പനീസിനൊക്കെ. നിങ്ങൾക്ക് ഇപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ഏതെങ്കിലും കമ്പനി ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്ത് നോക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പറ്റും തോന്നല്ല. ക്യൂബേഴ്സിൽ എന്തായാലും ഇന്റേൺഷിപ്സ് ഇല്ല. പിന്നെ എനിക്ക് തോന്നുന്നു ക്യൂബേഴ്സിൽ ഇപ്പോൾ ഓഫ് ക്യാമ്പസും അങ്ങനെ എടുക്കൽ കുറവാണ്. പ്ലേസ്മെന്റ് തന്നെയാണ് അവർ കൂടുതലും എടുക്കാറ്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, ഷാഹിദ്. ഓക്കെ, ഡാറ്റ ഡെവോപ്സ് സൊല്യൂഷൻ ആർക്കിടെക്ചർ $154 now. ഓക്കെ, അതിപ്പോ അത്ര ചാർജ് ആണെന്നാണോ ഷാഹിദ് പറഞ്ഞത്? വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, കോട്ടെ, സാരില്ല. പിന്നെ ആണെങ്കിലും എന്താ പാസ് ഔട്ട് ആയിട്ടാണെങ്കിലും നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. അതാലോചിച്ച് ടെൻഷൻ ആവുമൊന്നും വേണ്ട. ടെൻഷൻ അടിച്ച് പഠിക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ബട്ട് കുറച്ച് സീരിയസ് ആയിട്ട് നോക്കുക. ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ഉഴപ്പി നടന്ന് എന്താ മിസ്സായി പോയി എന്നുള്ളൊരു ഫീൽ ഉണ്ടാവരുത്. ലൈക്ക് എന്താ എൻ്റെ ജൂനിയേഴ്സ് എന്നുള്ളൊരു നിലയ്ക്ക് ഞാൻ ഇങ്ങനെ പറയുന്നതാണ്. കുറച്ച് സീരിയസ് ആയിട്ട് നോക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഞാനും ഈ പറഞ്ഞ പോലെ കോളേജിലുള്ളപ്പോ നമ്മൾ വിചാരിക്കും ഓക്കെ കോളേജിൽ നിന്ന് ഇറങ്ങിയാലും നമുക്ക് നോക്കാം, വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ വൺസ് പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് മനസ്സിലാവുക വേൾഡ് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ് എന്നുള്ളൊരു കാര്യം. കാര്യം അത് ബാക്കി ഇപ്പൊ എന്താ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇങ്ങനെ കുറേ പേര് ലിങ്ക്ഡിനിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരാരും ജസ്റ്റ് ഇന്റർവ്യൂവിന് പോലും വിളിക്കുന്നില്ല. ഇന്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞാലല്ലേ നമുക്ക് നമ്മളൊന്ന് ഷോക്കേസ് ചെയ്യാൻ പറ്റുക. അവര് വിളിക്കുന്നേ ഇല്ല ഫ്രഷേഴ്സിനെ. അങ്ങനെയൊക്കെ ആവുമ്പോൾ ബുദ്ധിമുട്ടാണ് കിട്ടാൻ. സോ ട്രൈ ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം സ്കിൽസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കുറച്ച് ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യുക. അവരും ഒരുമിച്ച് പഠിക്കാൻ നോക്കുക എല്ലാവരും. അങ്ങനെയൊക്കെ കുറച്ച് ട്രൈ ചെയ്യുക.
അത്രയൊക്കെ ഉള്ളൂ പറയാൻ. എല്ലാവർക്കും ഇപ്പൊ പ്ലേസ്മെന്റ്സ് ഒക്കെ കിട്ടട്ടെ എന്ന് ഞാൻ എന്താ എന്താ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് അപ്പൊ എല്ലാവർക്കും. താങ്ക് ആൻഡ് ഓൾസോ താങ്ക് യു ആപ്പോ, എന്താ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ. ഞാൻ ശരിക്കും വിചാരിച്ചതേ ഇല്ലായിരുന്നു ഇങ്ങനെ വീണ്ടും എൻ്റെ കോളേജിലെ ജൂനിയേഴ്സിന് തന്നെ ഒരു സെഷൻ എടുക്കാൻ പറ്റുന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. എനിക്ക് എന്താ വെച്ചാൽ എനിക്കിപ്പോ ഷിഫ്റ്റാ. എനിക്ക് 1 to 10 ആണ് എൻ്റെ ഇപ്പൊ കമ്പനിയിൽ. ഞാൻ പുതിയൊരു US പ്രോജക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്, ക്യൂബേഴ്സിൽ. അപ്പോൾ ക്യൂബേഴ്സിൽ ശരിക്കും ഷിഫ്റ്റ് ഒന്നുമില്ല. പക്ഷെ ചില പ്രൊജക്ട്സിന് മാത്രം, ക്ലയന്റ് പ്രൊജക്റ്റ് ആണെങ്കിൽ ക്ലയന്റ് പറയുകയാണെങ്കിൽ മാത്രം ഷിഫ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ വർക്ക് ഫ്രം ഹോം എടുക്കാൻ പറ്റും. മൊത്തം എല്ലാ ദിവസവും കമ്പനിയിൽ പോകണമെന്നൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ ഷിഫ്റ്റിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റ് അങ്ങനെയൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ക്യൂബേഴ്സ്റ്റ് കുറച്ച് എന്താ വർക്ക് ഫ്രണ്ട്ലി എൻവിറോൺമെന്റ് ഉള്ളൊരു കമ്പനിയാണ്. പിന്നെന്താ വെച്ചാൽ മൊത്തത്തില് റിസിഷനും കാര്യങ്ങളും വരുമ്പോൾ അവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ അപ്പോൾ മാക്സിമം എല്ലാവരും ട്രൈ ചെയ്യുക. അങ്ങനെ ഞാനിപ്പോ പറഞ്ഞു വന്നെന്താ വെച്ചാൽ അപ്പൊ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. എന്നിട്ട് ഞാൻ എന്താ ഓക്കെ ഇങ്ങനെ ഹാഫിസിക്കൊക്കെ എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചപ്പോ ഓക്കെ എന്നാ ഒരു മണിക്കൂറല്ലേ നോക്കാമെന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ വന്നതാണ്. താങ്ക് യു ഹാഫിസിക്ക കോണ്ടാക്ട് ചെയ്തതിൽ. ചേച്ചിന്റെ ടൈറ്റ് ഷെഡ്യൂളിന്റെ ഇടയിൽ നല്ലൊരു സെഷൻ ആയിരുന്നു. സോ താങ്ക് യു എവറി വൺ ഫോർ ജോയിനിങ്. ഓൾസോ നമ്മളെ ആപ്റ്റിക്കോന്റെ 5 years ആയിട്ടുണ്ട് തുടങ്ങിയിട്ട്. അതിന്റെ ഒരു ഹാപ്പി ന്യൂസും കൂടെ പറയാണ്. 5 year ആനിവേഴ്സറി ആയിട്ടുണ്ട് ആപ്റ്റിക്കോന്റെ. താങ്ക് യു ഓൾ ഫോർ ജോയിനിങ്. താങ്ക് യു. താങ്ക് യു.